السلام عليكم ورحمة الله وبركاته. الحمد لله وحده، وأشهد أن لا إله إلا هو وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ മസദിന്റെ വിശദീകരണമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ അവസാനം കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. ഏതായാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരങ്ങളുടെ ഒക്കെ തുടക്കത്തിൽ നിർവഹിക്കാറുള്ളത് പോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മസദ് എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുവാൻ വേണ്ടി സ്വന്തം കുടുംബത്തിൽ നിന്ന് എതിർപ്പുമായി മുന്നോട്ട് വന്ന, ആദ്യം തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ വളരെയധികം വേദനിപ്പിച്ചിരുന്ന, പ്രയാസപ്പെടുത്തിയിരുന്ന, അതിന് ഏറ്റവും അധികം താല്പര്യം കാണിച്ച് മുന്നോട്ട് വന്ന അബൂലഹബും അവന്റെ ഭാര്യയും, അവരുടെ എല്ലാ അധ്വാനങ്ങളും അതൊക്കെ വൃഥാവിലാണ്. അതുകൊണ്ടൊന്നും അവർക്ക് ഒരു ഉപകാരവുമില്ല. അവരുടെ സമ്പത്തോ അധ്വാനങ്ങളോ അവർക്ക് ഫലം ചെയ്യുകയില്ല. എല്ലാ അർത്ഥത്തിലും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്, നശിച്ചിരിക്കുകയാണ്. ഇരു ലോകത്തും അവർ വിനാശത്തിലാണെന്ന് പറയുവാൻ, ആ ഒരു പാഠം പഠിപ്പിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മസദ് അവതരിപ്പിച്ചത്. അതിന്റെ അവതീർണ ലക്ഷ്യം ഈ വിഷയം പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ്. ഒരുപാട് പാഠങ്ങൾ ഈ സൂറത്തിൽ നമുക്ക് കിട്ടാനുണ്ട്. അതിലൊന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അബൂലഹബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി അതേ കുടുംബ പരമ്പരയിൽ ജനിച്ച സ്വന്തം എളാപ്പയാണ് അബൂലഹബ്. ബനൂ ഹാഷിം കുടുംബം എന്ന് പറഞ്ഞാൽ അന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രവാചകന്മാരുടെ പ്രത്യേകത തന്നെ എന്താ? യുബ്അസൂന ഫീ നസബി ഖൗമിഹിം ഫീ ഹസബി ഖൗമിഹിം. അവരുടെ നാട്ടിൽ, അവരുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ തറവാട്ടിലായിരിക്കും, പേരുള്ള, പ്രശസ്തിയുള്ള, പെരുമയുള്ള തറവാട്ടിലായിരിക്കും അവർ ജനിക്കുക. ഏത് സമൂഹത്തിലും പ്രവാചകന്മാർ അങ്ങനെയാണ് വരിക. അപ്പോ എന്താ അതിന്റെ കാരണം? റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്തിന്റെ ഭാഗമാണ് പ്രവാചകന്മാർ. ഓരോ സമൂഹത്തിലേക്കും നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്മാർ ആ സമൂഹത്തിൽ ഏറ്റവും എല്ലാ നിലക്കും അവർ ഉന്നതരായിരിക്കണം. എല്ലാ നിലക്കും സമൂഹത്തിൽ അവർ ഒരു രംഗത്തും അവർ കുറഞ്ഞവരാകാൻ പാടില്ല. കാരണം അള്ളാഹു തെരഞ്ഞെടുക്കുന്നവരാണ് അവർ. ഇതാണ് അള്ളാഹുവിന്റെ പൊതു രീതി, അതാണ്. അപ്പൊ അഷ്റഫുൽ ഖൽഖായ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനായ, ഏറ്റവും അഖറബായ, ഏറ്റവും അവസാനത്തെ പ്രവാചകനായ, ഏറ്റവും ഉന്നതനായ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായും അങ്ങനെ തന്നെയായിരിക്കും നിയുക്തനാവുക. അപ്പൊ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായ ബനൂ ഹാഷിമിൽ നിന്നുള്ള ആളാണ് ആര്? അബൂലഹബ്. ഇനി അദ്ദേഹത്തിന്റെ ഭാര്യയോ ബനൂ ഹാഷിം പോലെ അവരുടെ നേരെ എളാപ്പ മൂത്താപ്പ മക്കളായി അവർ വരുന്നവരാണ് ബനൂ ഉമയ്യ. അബ്ദുമനാഫിന്റെ രണ്ട് മക്കളാണ് ഉമയ്യയും ഹാഷിമും. ആ ഈ രണ്ട് കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വൈവാഹിക ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ
ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? അവർ ഉന്നത കുടുംബമാണ്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധങ്ങളുണ്ടാവും. അപ്പൊ ഈ രണ്ട് കുടുംബത്തിൽപ്പെട്ട രണ്ടാളുകളെയാണ് അള്ളാഹു പേരെടുത്ത് പറഞ്ഞ് അങ്ങേയറ്റം വലിയ ആക്ഷേപം അവരെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നടത്തുന്നത്. അതിൽ നമുക്ക് കിട്ടാനുള്ള പാഠെന്താ? അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്തുള്ള പരിഗണന ഒരിക്കലും കുടുംബത്തിന്റെ പേരിലോ പ്രശസ്തിയുടെ പേരിലോ തറവാടിത്തത്തിന്റെ പേരിലോ അല്ല. അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് നേരെ തിരിച്ചുണ്ടാകും. നല്ല കുടുംബത്തിലും സമൂഹത്തിൽ സ്ഥാനവും മാനവും അള്ളാഹു അങ്ങനെയുള്ള അനുഗ്രഹം കൂടി കൊടുത്ത ഒരാളാണെങ്കിൽ അവരുടെ നന്ദി കേടിന് ശിക്ഷയും അതിന്റെ പരിണിത ഫലങ്ങളും കൂടുതലായിരിക്കും. അല്ലെ, അള്ളാഹു കൂടുതൽ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത ആളുകൾ കൂടുതൽ നന്ദി കേട് കാണിച്ചാൽ എന്താ ഉണ്ടാവുക? അതിന്റെ ശിക്ഷയും അതിന് കിട്ടാവുന്ന അനന്തരഫലങ്ങളും അത് കൂടുതൽ ഗൗരവമുള്ളതായിരിക്കും. ആ പ്രശ്നം ഇതിലുണ്ടാവും. ആ അനുഗ്രഹം കൂടി കൊടുത്തിട്ട് പോലും എന്ത് ചെയ്തു? അവർ നന്ദി കേട് കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി കഠിനമായ അപരാധമായാണ് അള്ളാഹു കണക്കാക്കുക എന്നുള്ളത് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട പാഠമാണ്. അത് നമുക്ക് ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. ഈ കുടുംബങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ പരിശോധിച്ചാലും ഇസ്ലാമിക ലോകം പിന്നെ ഭരിച്ചവർ ഈ കുടുംബത്തിൽപ്പെട്ടവരാണ്. അബൂബക്കർ, ഉമർ എന്നുള്ള രണ്ടാളുകള് അവരെ പിന്നെ കണക്കാക്കാൻ പറ്റൂല. ഓലി രണ്ട് കുടുംബത്തിലുള്ള ആളുകളല്ല. പക്ഷെ അവര് ഏറ്റവും അഫ്ദലുൽ ഉമ്മത്താണ്, അല്ലെ? അബൂബക്കർ റളിയല്ലാഹു ഉമ്മത്തിൽ ഏറ്റവും അഫ്ദലായ വ്യക്തി. പിന്നെ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹുവിനാണ്. പിന്നെ ഖലീഫ ഏതാരാ? അലി ഇബ്നു അബീ ത്വാലിബ്, ബനു ഹാഷിമിൽ പെട്ട ആളാണ്. അല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് ബനു ഉമയ്യയിൽ പെട്ട ആളാണ്. ഇപ്പൊ പറഞ്ഞ അബൂലഹബിന്റെ ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. പിന്നെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു ബനു ഹാഷിമിൽ പെട്ടാണ്. പിന്നെ ഇസ്ലാമിക ലോകത്ത് ഭരണാധികാരികളായ ഉമവികൾ ബനു ഉമയ്യയിൽ പെട്ടതാണ്. പിന്നെ ഇസ്ലാമിക ലോകത്ത് ഭരണാധികാരികളായ അബ്ബാസികൾ അത് ബനു ഹാഷിമിൽ പെട്ടതാണ്. അപ്പോ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക സാമ്രാജ്യം നിലനിന്ന കാലം അത്രയും ജാഹിലിയത്തിൽ മാത്രമല്ല ഇസ്ലാമിൽ പോലും ചെയ്തിരുന്നു അവർ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന കുടുംബങ്ങളായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, ഖുറൈശികളാണ്, സംശയമൊന്നുമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ ഉണ്ട്, അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, ഇമാമിയങ്ങൾ ഖുറൈശികളിൽ നിന്നാണ് ആകേണ്ടത് എന്ന ഹദീസ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പം പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഖലീഫയായി എന്നുള്ള തന്നെ ഈ ഒരു ഇതിനെതിരാണ്. അതായത് അവരുടെ നാട്ടിലെ ഒരു പേരിന് പ്രശസ്തിന്റെ എതിരായിട്ടാണ് ആര് ഖലീഫ ആകുന്നത്? അബൂബക്കർ ഉമറും ഖലീഫയാകുന്നത്. കാരണം എന്തുകൊണ്ടാ? അവരുടെ അഫ്ദലിയത്താണ് കാരണം, അവരുടെ ശ്രേഷ്ഠതയാണ് കാരണം. അബൂബക്കറിലാണ് ഏറ്റവും ശ്രേഷ്ഠൻ, ആരെക്കാളും? ഉമർ ഖത്താബിനെക്കാളും. പിന്നെ ഖലീഫ ഉസ്മാനെക്കാളും ശ്രേഷ്ഠനാരാ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ ഖലീഫാണ് അലി റളിയല്ലാഹു ശ്രേഷ്ഠനാരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അലി അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോ ഖിലാഫത്തുൻ നുബുവ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഫദ്ലിന്റെ, അവരുടെ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനത്തിലാണ് ഖിലാഫത്ത് ഉണ്ടായിട്ടുള്ളത്. റാഷിദി എന്ന് പറഞ്ഞാല് നേർമാർഗം പ്രാപിച്ചവർ എന്നുള്ള അർത്ഥമാണ്. ഖുലഫാഉർ റാഷിദീൻ എന്ന് പറഞ്ഞാല് ഈ 4 ഹസൻ റളിയല്ലാഹുവിനോട് പണ്ഡിതന്മാർ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. 5 ആളാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ. മുആവിയ റളിയല്ലാഹു ഖുലഫാഉർ റാഷിദീങ്ങൾ ഉൾപ്പെടാറില്ല. കാരണം അദ്ദേഹം ഖലീഫയായിട്ടല്ല വരുന്നത്, അദ്ദേഹം മലിക്, രാജാവായിട്ടാണ് വരുന്നത്. അവ്വലു മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ രാജാക്കന്മാരിൽ ആദ്യത്തെ ആൾ എന്നാണ് മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. ഏതാണെങ്കിലും പിന്നെ അപ്പോ ഈ സൂറത്ത് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട പാഠതാണ്, അള്ളാഹുവിന്റെ അടുക്കൽ പേരുകൊണ്ട് പ്രശസ്തി കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. അത് ഫദ്ല് കൊണ്ട്, അമല് കൊണ്ട്, തഖ്വ കൊണ്ടാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലെ, പേരും പ്രശസ്തിയുള്ളവരാണെങ്കിൽ ബാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ സൂറത്ത് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ദുനിയാവിൽ കുഫറില് അബൂലഹബ് ചെയ്തിരുന്ന കുഫ്രൻ പ്രവർത്തനങ്ങൾക്ക് വിറകിട്ട് കൊടുത്ത ഭാര്യ അതേ അബൂലഹബിനെ നരകത്തിൽ ശിക്ഷിക്കാൻ വിറകിട്ട് കൊടുക്കുന്നവളായി മാറും എന്നീ സൂറത്ത് പഠിപ്പിക്കുകയാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, എന്ത് പണിയാണോ ദുനിയാവിൽ നിന്ന് എടുക്കുന്നത് അതേ വകുപ്പിലായിരിക്കും പടച്ചറപ്പിന്റെ പ്രതിഫലം ആഖിറത്തിൽ കിട്ടുക എന്നുള്ളത് ഇസ്ലാമിലെ ഒരു അസ്ലാണ്. ചിലപ്പോൾ ദുനിയാവിൽ തന്നെ അങ്ങനെ കിട്ടും ചെയ്യും ചില പിന്നെ തിന്മകൾക്കൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ സൂറത്തിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു പാഠമാണ്, പിന്നെ ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്,
വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നുള്ളത് എന്താണ്? ഈമാന്റെ അടയാളമാണ്. നരകത്തിൽ പോകുന്ന ഒരാളുടെ അടയാളമായി പ്രധാനമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ എന്താ? ഹമ്മാലത്തൽ ഹത്വ, വിറക് കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ വഴിയിൽ തടസ്സമുണ്ടാക്കുക. അപ്പോൾ നരകത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള ഏറ്റവും അധികം അള്ളാഹു ആക്ഷേപിച്ച ഒരു നരകക്കാരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ ആക്ഷേപിക്കാൻ അള്ളാഹു പ്രധാനമായി എടുത്തു പറഞ്ഞ എന്താ? വഴിയിൽ ഉപദ്രവം ഉണ്ടാക്കി. നേരെ തിരിച്ച് ഈമാന്റെ അടയാളമാണത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക. അപ്പൊ അത് ആ ഒരു കാര്യത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഇതിൽ വേറൊരു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. എന്താ അതിന്റെ അർത്ഥം അല്ലേ? അബൂലഹബിന്റെ 2 കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞു ആദ്യത്തെ തബ്ബത്ത് പറഞ്ഞ പ്രാർത്ഥനയാണ്, രണ്ടാമത്തത് നശിച്ചു എന്നുള്ള ഇഖ്ബാർ സ്റ്റേറ്റ്മെന്റ് ആണ്, സ്ഥാപനമാണ്. അപ്പോ അങ്ങനെയാകുമ്പോ ഇപ്പൊ നിങ്ങള് തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച സൂറത്തില്ലേ, 4 സൂറത്തുകൾ, ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അവിടെയൊക്കെ ഖുൽ 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 ല്ലേ, പ്രവാചകരെ പറയുക പറയുക എന്നുണ്ട്. സൂറത്തുൽ മസ്അദ് എത്തിയപ്പോൾ എന്തില്ല? ഖുൽ തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്നുണ്ടോ? ഇല്ല. അതിന്റെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ എന്താ അറിയോ? പണ്ഡിതന്മാർ പറഞ്ഞ അതിന് പിന്നെ ഒരു കാരണം പറഞ്ഞത്, പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ് ആര്? അബൂലഹബ്. അപ്പോ എളാപ്പാൻ അല്ലെങ്കിൽ മൂത്താപ്പാനെ റസൂലുള്ള ചീത്ത പറയൂ എന്ന് അള്ളാഹു എന്ത് ചെയ്യണ്ട? റസൂലുള്ളാഹിനെ കൊണ്ട് ചീത്ത പറയിക്കണ്ട. അള്ളാഹു പറഞ്ഞതായി തന്നെ എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. ആ കുടുംബ ബന്ധത്തെ അള്ളാഹു എന്ത് ചെയ്താണ്? പരിഗണിച്ചതാണ് എന്നൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ അതിന്റെ ഒരു ഹിക്മത്തായി പണ്ഡിതന്മാർ പറഞ്ഞേ കാണാൻ സാധിക്കും. അത്ര വൃത്തികെട്ട മനുഷ്യനായിട്ട് കൂടി ആ കുടുംബ ബന്ധത്തിലുള്ള സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ട് മുഹമ്മദ് നബി എളാപ്പാനെ ചീത്ത പറഞ്ഞു, മൂത്താപ്പാനെ ചീത്ത പറഞ്ഞു നാക്കാതെ അള്ളാഹു തന്നെ എന്ത് ചെയ്തു? അത് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കുന്ന റോളിൽ മാത്രം നിന്നാ മതി എന്ന് അള്ളാഹു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പിന്നെ ഹിക്മത്ത് പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ, അതായത് പിന്നെ ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ പറഞ്ഞ സമയത്ത് അള്ളാഹു പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. ജാഹിലീങ്ങൾ, അവിവേകികൾ അവരോട് സംസാരിച്ചാൽ, അപ്പൊ അവിവേകികൾ സംസാരിക്കുമ്പോൾ അവിവേകായിരിക്കും പറയാ, തെറി വിളിക്കുക, ചീത്ത വിളിക്കാതായിരിക്കും അവർ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യണം? ഖാലു സലാമ, അവർ സമാധാനത്തിന്റെ നല്ല വാക്യേ പറയുള്ളൂ. തിരിച്ച് അതേമാതിരി അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന സ്വഭാവം ഇബാദുർ റഹ്മാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ ഇബാദുർ റഹ്മാൻ ഏറ്റവും മുന്തിയ ആളാരാണ്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി എന്ത് ചെയ്താൻ പാടില്ല? ഇങ്ങോട്ട് തബ്ബ് എന്ന് പറഞ്ഞു വെച്ചിട്ട് തിരിച്ചങ്ങോട്ട് തബ്ബ എന്ന് പറഞ്ഞാൽ നല്ല മാതൃകയാണോ? നല്ല മാതൃകയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് എന്ത് ചെയ്യണ്ട? ചീത്ത വിളിപ്പിക്കണ്ട. കാരണം ഇബാദുർ റഹ്മാനിൽ പെട്ട ആളാണ് ആര്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തന്നെ, അള്ളാഹുവിന് അവകാശമുണ്ട്. അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചവർക്കെതിരെ അള്ളാഹ്ക്ക് പറയാം. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ നാവ് അതിൽ നിന്ന് ആ ഒരു ഖാലു സലാമ എന്ന് പറയുന്ന മഹിതമായ ആ ഒരു ഗുണം അതില്ലാതാക്കണ്ട. റസൂലുള്ളാഹിന്റെ നാവിലൂടെ അത് ഇല്ലാതാക്കേണ്ടതില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അത് ഓല് പറയല്ലേ അങ്ങനെ. അല്ല, അത് പിന്നെ ഒരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ചാണ്. ചില പണ്ഡിതന്മാർ അത് സ്ഥിരപ്പെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബൂലഹബ് അത് പറഞ്ഞതാണെങ്കിലും പല പണ്ഡിതന്മാരും അത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് പിന്നെ ഇമാം ബുഖാരി ഇത് കൊണ്ടുവന്നു. പിന്നെ ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിച്ച സമയത്തൊക്കെ പിന്നെ അത് ഇല്ലാന്ന് പറഞ്ഞുകാണ്ട് നിഷേധിച്ച ആളുകളില്ല. അതുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അബൂലഹബ് അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഉണ്ടാകാം. പിന്നെ പണ്ഡിതന്മാർ പറയാൻ കാരണം അബൂലഹബിനെ ഇങ്ങനെ ചീത്ത വിളിച്ചു എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. റസൂലുള്ളാഹിന്റെ സ്ഥാനം പറയാനാണ് എന്ത് ചെയ്യുന്നത് പണ്ഡിതന്മാരൊക്കെ അത് കൊണ്ടുതന്നെ. അത്ര മോശപ്പെട്ട ആളായിട്ട് കൂടി റസൂലുള്ളാഹിന്റെ സ്ഥാനം കൊണ്ട് എന്ത് ചെയ്തു? റസൂലുള്ള ജനിച്ച സന്തോഷത്തിൽ കൊടുത്തപ്പോ അപ്പൊ റസൂലുള്ളാഹിന്റെ സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? ആ സംഭവത്തിൽ നിന്ന് കിട്ടും സ്ഥിരപ്പെട്ടതാണെങ്കിൽ. അതിനു വേണ്ടിയാണ് പണ്ഡിതന്മാരെ കൊണ്ടുവരുന്നത്. അല്ലാതെ അബൂലഹബിന്റെ ഇത് പറയാൻ വേണ്ടിയിട്ടില്ല പണ്ഡിതന്മാരെ കൊണ്ടുവരുന്നത്. അല്ലാഹു അലം. എന്താണെങ്കിലും അതൊരു സംഭവം മാത്രമാണ്. സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാഹു അലം. പിന്നെ
ഇനിയിപ്പോ ഇത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ തന്നെ അതിൽ തെളിവില്ല, അതായത് ഉറപ്പ് പറയാൻ പറ്റൂല. കാരണം അബൂലഹബാണ് പറഞ്ഞത്, അബൂലഹബ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. പിന്നെ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, എന്താണെന്നറിയില്ല. അല്ലാഹു അലം. അതുപോലെ തന്നെ ഈ തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്നുള്ള ആയത്തിൽ നിന്ന് ചില പണ്ഡിതന്മാരിപ്പോ കുഞ്ഞത്ത് പറയാന്നുള്ളത് ശരിക്ക് കുഞ്ഞത്ത് എന്താ, അബു ചേർത്ത് വിളിക്കുക. അപ്പൊ അബു ചേർത്ത് വിളിക്കുക എന്നുള്ളത് ഒരു ആദരവിന്റെ ഭാഗമായിട്ട് സാധാരണ അറബികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആദരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുള്ളൂ, ആദരിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളെ അബു അമർ എന്നൊക്കെ പറയുള്ളൂ. അപ്പോ കാഫിറിനെ കുഞ്ഞത്ത് വിളിക്കാൻ പറ്റുമോ? കാഫിർ ആദരവിന് അർഹിക്കുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യണത്. അപ്പൊ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, പറ്റും, അതിന് വിരോധമില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പൊ അപ്പോഴാണ് ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിനെ കുഞ്ഞത്ത് കൊണ്ട് അഭിസംബോധന ചെയ്തു? അതിന് അർഹനല്ലല്ലോ അല്ലെ? അബൂലഹബ് ഓനെ ആദരിച്ചും ബഹുമാനിച്ചു ഓലിട്ട പേരാണ്, മക്കക്കാരിട്ട പേരാണെന്ത്, അബൂലഹബ്. ആ പേര് അള്ളാഹു എന്തുകൊണ്ട് എടുത്തു പറഞ്ഞു? അതിന് അർഹനല്ല അബൂലഹബ്. എന്നിട്ടും എന്തുകൊണ്ട് ആ പേരെടുത്ത് പറഞ്ഞു എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് കാണാൻ സാധിക്കും. ഒന്ന്, ഒരു അഭിപ്രായം പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാല്, അവിടെ അബൂലഹബിന്റെ പേര് ആയി അറിയപ്പെട്ടതാണെന്ത്, അബൂലഹബ്. അബ്ദുൽ ഉസ്സ എന്നാണ് പേര്, പക്ഷെ അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പൊ അബൂലഹബ് തന്നെയാണ് അതിന്റെ ഉദ്ദേശം എന്ന് കൃത്യമായി അവിടെ അബ്ദുൽ ഉസ്സ വരുമ്പോ വേറെ ആരെങ്കിലും വിചാരിച്ചു പോകണ്ട, ഈ അബൂലഹബ് തന്നെയാണ് എന്ന ഒരു പേര് അവ്യക്തത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതാണ് അങ്ങനെ തന്നെ പ്രയോഗിച്ചത്, അല്ലാതെ ബഹുമാനിച്ച് പറഞ്ഞതല്ല എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാൽ അബ്ദുൽ ഉസ്സ എന്ന് പേരിന്റെ അർത്ഥം എന്താ? ഉസ്സയുടെ അടിമ എന്നാണ്. ഉസ്സ എന്നുള്ളത് അബൂലഹബ് ഉസ്സന്റെ അടിമയാണോ? അല്ലെ, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ അടിമയാണ്. ആരും ഉസ്സന്റെ ലാത്തന്റെയും മനാത്തിന്റെ ഒന്നും അടിമയല്ലല്ലോ. അപ്പൊ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ ഉസ്സ എന്നൊരു അടിമനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, അബ്ദുൽ ഉസ്സ അല്ലല്ലോ. അപ്പൊ പിന്നെ ആ പേര് ശരിയല്ലാത്ത പേരാണ്, തെറ്റായ പേരാണ്, ഹറാമായി ഇടാൻ പാടില്ലാത്ത പേരാണ്. അങ്ങനെ പേരുണ്ടെങ്കിൽ മാറ്റണം, അതാണ് ഇസ്ലാമിലെ നിയമം. അബ്ദു മനാഫ് അതേപോലെ തന്നെ പ്രശ്നമുള്ള പേരാണ്. അപ്പോ പിന്നെ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേര് പറയുന്നത് ഒരിക്കലും അനുയോജ്യമല്ല. അതില് ഉസ്സയെ ആരാധിക്കുക എന്നുള്ള കാര്യം, അതിൽ ആരാധിക്കുന്നവൻ ആരാധിക്കേണ്ട, അല്ലെങ്കിൽ ഉസ്സയുടെ അടിമ എന്നുള്ള കാര്യം ഒരിക്കലും വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന കാര്യമല്ല, അത് യാഥാർത്ഥ്യവുമല്ല, ഉസ്സന്റെ അടിമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേര് ഉപയോഗിക്കാതെ പകരം എന്ത് ഉപയോഗിച്ചു? അബൂലഹബ് എന്ന പേര് ഉപയോഗിച്ചു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ സാധിക്കും. മൂന്നാമതൊരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാല്, അതാണ് പിന്നെ കുറച്ചുകൂടി ഇപ്പോ അവൻ നരകത്തിലേക്ക് പോകാനുള്ള ആളാണല്ലോ അബൂലഹബ്. നരകത്തിലേക്ക് പോകാനുള്ള ആളാണ് അബൂലഹബ്. ലഹബ് എന്ന് പറഞ്ഞ അർത്ഥം ജ്വാല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അവസാനിപ്പിച്ചപ്പോൾ തന്നെ എങ്ങനെ അവസാനിപ്പിച്ചത്? ഹബിലും എങ്ങനെയാണ്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു മാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് എന്ന് പറഞ്ഞല്ലോ. ദാത ലഹബ് അല്ലേ, പിന്നെ ജ്വാലയുള്ള തീയിൽ കിടന്ന് എരിയുന്നവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോ ആ നരകത്തിലേക്ക് പോകാനുള്ളവൻ എന്ന അടിസ്ഥാനത്തിലാണ് അല്ലാഹു എന്ത് പറഞ്ഞത്? അബൂലഹബ്, ജ്വാലയുടെ ആൾ. അങ്ങനെ അറബികൾക്ക് പ്രയോഗമുണ്ട്, അറബികൾ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോ അറബികൾ അബുഷർ എന്ന് പറയും, വളരെ മോശപ്പെട്ട ചീത്ത വൃത്തിയായിട്ട മനുഷ്യനാണെങ്കിൽ അബുഷർ. ഇതിന്റെ അർത്ഥം ഷെറിന്റെ തന്താന്ന് പറഞ്ഞാൽ ഷെറിന്റെ ആള് എന്നുള്ള അർത്ഥത്തിൽ പറയണാണ്. അതുപോലെ തന്നെ അങ്ങനെ അറബികൾക്ക് ഒരു പ്രയോഗമുണ്ട്. അതുപോലെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളാണെങ്കിൽ അബുൽ ഖൈർ, യാ അബൽ ഖൈർ എന്ന് അറബികൾ പറയും. ഒരുപാട് സ്വതക്കുകൾ ചെയ്യുന്ന, ഒരുപാട് ധർമ്മം ചെയ്യുന്ന, ഒരുപാട് ഖൈറുകൾ ചെയ്യുന്ന ആണെങ്കിൽ അബുൽ ഖൈർ എന്ന് അറബികൾ പറയാറുണ്ട്. അറബി പ്രയോഗമാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അതുകൊണ്ട് അബുദ്ദീഫാൻ ഒരു പേര് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അബുദ്ദീഫാൻ, അത് അതിഥിയെ ആദരിച്ച്, മലക്കുകളായ അതിഥികൾ ആദരിച്ച സംഭവത്തിലേക്ക് ചേർത്തിട്ടാണ് അതിഥികളുടെ ആള് എന്നുള്ള അർത്ഥത്തിൽ അബുദ്ദീഫാൻ എന്ന് ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ആ അർത്ഥത്തിൽ നരകജ്വാലയിൽ കിടന്നെരിയാനുള്ളവൻ എന്ന അർത്ഥത്തിലാണ് എന്ത് പറഞ്ഞത്? അബൂലഹബ് എന്ന് പറഞ്ഞത്. ഒരിക്കലും എരിഞ്ഞു പോകുന്ന ജ്വാല, ഒരിക്കലും കെട്ടുപോകുന്ന ആളല്ല ആര്?
തീയിന്ന് ഒരിക്കലും കെട്ടുപോകുന്ന ആളല്ല അബൂലഹബ്. ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന അവസാനിക്കാത്ത തീയിൽ കിടക്കാനുള്ളവനാണ് അബൂലഹബ് എന്ന ആശയം ലഭിക്കാൻ ആ ആശയത്തിനോട് ഏറ്റവും അനുയോജ്യമായ പേര് എന്നർത്ഥത്തിലാണ് എന്ത് വന്നത്, അബൂലഹബ് എന്ന പേര് അള്ളാഹു പ്രയോഗിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ് കാണാൻ സാധിക്കും. അതെ, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആദ്യത്തെ മകനിലേക്ക് ചേർത്തിട്ടാണ് ആ കുഞ്ഞത്ത്. റസൂലുള്ളാഹിന്റെ ആദ്യത്തെ മകനാണ് ഖാസിം, അൽ ഖാസിം. അപ്പൊ ആ മകനിലേക്ക് ചേർത്ത് അബുൽ ഖാസിം എന്ന് റസൂലുള്ളാഹിക്ക് കുഞ്ഞത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വജ്ഹ് പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാല്, ഇപ്പൊ അബൂലഹബിന് പേര് വരാൻ കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു, മുഖത്തിന്റെ പ്രകാശമാണ്, തിളക്കമാണ് കാരണം, സൗന്ദര്യമാണ് കാരണം. അപ്പൊ അത്രയും തിളക്കമുള്ള മുഖത്തിന് പ്രകാശമുള്ള ഒരാൾ, അത് പറഞ്ഞുകൊണ്ട് അവര് നരകജ്വാലയിൽ കിടന്നെരിയാനുള്ളവരാണെന്ന് പറയുമ്പോൾ അതിൽ ശരിക്കൊരു പരിഹാസമുണ്ട്. ശരിക്കും എന്തോ ഒരു പരിഹാസമാണ് അല്ലേ? ഓ, വലിയ സൗന്ദര്യമുള്ള ആൾ ഇനി കിടക്കാനുള്ളത് നരകത്തിലാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോ എന്താണ്? അതൊരു പരിഹാസത്തിന്റെ ഭാവമാണ്. ആ അർത്ഥത്തിലാണ് അള്ളാഹു അത്, വലിയ സൗന്ദര്യമുള്ള ആളല്ല ഇപ്പൊ എന്തിനാ അവസ്ഥ നമ്മൾ പറയില്ലേ, വലിയ ആളല്ലല്ലോ, വലിയ പൈസ ഉള്ള ഇപ്പൊ എന്തിനാ അവസ്ഥ. ആ അർത്ഥത്തിൽ എന്ത് ചെയ്താണ് അള്ളാഹു പരിഹസിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ന്. അതുകൊണ്ടാണ് അതേ വാക്ക് തന്നെ പിന്നെ ദാത്ത ലഹബ് എന്ന് തന്നെ അള്ളാഹു പ്രയോഗിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ തന്നെയാണ് പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞ കാരണങ്ങൾ എന്ന് നമുക്ക് കാണാൻ. വേറെയും ചില വജ്ഹുകളൊക്കെ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ആരൊക്കെ സൂചിപ്പിച്ചിരുന്നു, ഈ സൂറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന്റെ വലിയൊരു തെളിവ് ഈ സൂറത്തിലുണ്ട്, വലിയൊരു മുഅ്ജിസത്ത് ഈ സൂറത്തിലുണ്ട് അല്ലെ? അബൂലഹബ് ജീവിച്ചിരിക്കുകയാണ്, ഭാര്യ ജീവിച്ചിരിക്കുകയാണ്. എന്ത് പറഞ്ഞത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് ലദാത ലഹബ്, ജ്വാലയുള്ള നരകത്തിൽ കിടന്നെരിയും എന്ന് അല്ലാഹു വിധി പറഞ്ഞു കഴിഞ്ഞു. അബൂലഹബ് ഒന്ന് മാറ്റി പറഞ്ഞാൽ കണ്ടില്ലേ, മുഹമ്മദിന്റെ ഖുർആൻ തെറ്റി എന്നും അബൂലഹബിനും മുശ്രിക്കീങ്ങൾക്കും വാദിക്കാമായിരുന്നു. വെറുതെ ഒന്ന് വാദത്തിനെങ്കിലും മാറ്റി പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ മാറ്റി പറഞ്ഞോ? ഇല്ല, അങ്ങനെ ഒന്നും അവന്റെ മനസ്സിൽ പോലും തോന്നിയില്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്ന് ഉദ്ദേശിക്കാൻ പോലും നമ്മളെ കൊണ്ട് കഴിയൂല. അപ്പൊ അള്ളാഹു ആദ്യം ഉദ്ദേശിച്ചു, അത് അള്ളാഹു പറഞ്ഞു, അതവൻ കേട്ടു. എന്നിട്ട് കൂടി അതിനൊന്ന് തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് മറുവശത്തേക്ക് ചാടാൻ അവനക്ക് തോന്നിയിട്ടില്ല. ഒരു കള്ളം പറയാനെങ്കിലും അവനക്ക് തോന്നിയിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് അത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൂറത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ വിഷയത്തിൽ ആരെങ്കിലും ഒന്ന് മയപ്പെടുത്തി സോപ്പിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമായിരുന്നെങ്കിൽ ആരുടെ വിഷയത്തിൽ തയ്യാറാകുമായിരുന്നു? അബൂലഹബിന്റെ വിഷയത്തിൽ തയ്യാറാകുമായിരുന്നു. കാരണം സ്വന്തം എളാപ്പയാണ്, സ്വന്തം പിതൃവ്യനാണ്. പക്ഷെ ദീനിന്റെ വിഷയത്തിൽ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റുകൾ പാടില്ല, അവിടെ നീക്കുപോക്കുകൾ പാടില്ല എന്നുള്ളത് വലിയ ഒരു പാഠമായി അല്ലാഹു സൂറത്തിലൂടെ എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണെങ്കിൽ പോലും അതൊരിക്കലും ശരിയല്ല, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഈ സൂറത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൂറത്തിൽ നിന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ, ഭൂരിഭാഗ പണ്ഡിതന്മാരും സ്വഹാബത്തും ഒക്കെ അവരുടെയൊക്കെ അഭിപ്രായം അവിശ്വാസികളുടെ വിവാഹം അതെന്താണ്? ശരിയാണ്. അത് വിവാഹമായി തന്നെയാണ് ഇസ്ലാമിൽ എന്ത് ചെയ്യുക? പരിഗണിക്കുക. അതൊരിക്കലും വ്യഭിചാരമായിട്ടല്ലല്ലോ പരിഗണിക്കുക. ഇസ്ലാമിക ശരീഅത്തിൽ വിവാഹമായിട്ടാണ് പരിഗണിക്കുക. പക്ഷെ ഒരു മുസ്ലിമും കാഫിറും വിവാഹം ചെയ്താലോ അത് വിവാഹമായി പരിഗണിക്കൂല. പക്ഷെ കാഫിറും വിവാഹം ചെയ്താലോ അത് വിവാഹമായി പരിഗണിക്കും. അത് ഈ സൂറത്തിൽ നിന്ന് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിന്റെ ഭാര്യ എന്ന് തന്നെ എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പൊ അതെന്താ? ഭാര്യ ഭർത്തൃബന്ധത്തിലുള്ള അംഗീകാരമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് അടക്കമുള്ള ഇസ്ലാമിക ലോകത്ത് മഹാഭൂരിഭാഗം, ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരെയും അഭിപ്രായം തന്നെയാണ്, അവിശ്വാസികൾ തമ്മിലുള്ള വിവാഹങ്ങൾ വിവാഹമായി തന്നെ പരിഗണിക്കും. അത് അള്ളാന്റെ പേരിലാണ് വിവാഹം നടക്കുക,
അല്ല, മറ്റു ഇതര ദൈവങ്ങളുടെ പേരിൽ അതിനെ പൂജിച്ചും അതിനെ പ്രീതിപ്പെടുത്തിയിട്ടൊക്കെയാണ് കഴിക്കുക. പക്ഷെ വിവാഹം എന്ന നിലക്ക് അതിനെ ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുന്നു എന്നുള്ളതിലേക്കുള്ള സൂചന ഈ സൂറത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ഫിർഔന്റെ ഭാര്യയെ കുറിച്ചും അള്ളാഹു അങ്ങനെ തന്നെ പ്രയോഗിച്ചത്. ഫിർഔനിന്റെ ഭാര്യ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ ഒക്കെ പിന്നെ സ്വഹാബത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അവർ കഴിച്ച വിവാഹവും മക്കളും ഒക്കെ സ്വന്തം മക്കളും സ്വന്തം ഭാര്യയും ഒക്കെ ആയിട്ട് തന്നെ ആയിരുന്നു അവർ കണ്ടിരുന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് കിട്ടും. ആര്? അബൂലഹബ് ഹിജ്റക്ക് മുമ്പ് മരിച്ചിട്ടുണ്ടോ എന്ന് മരണപ്പെടാന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല. എങ്ങനെ? ബദ്രുദ്ദിൽ പങ്കെടുത്തിട്ടില്ല. ശരിയാണ്. ശരിയാണ്, ഹിജ്റക്ക് മുമ്പ് മരിച്ചിട്ടില്ല. ജസാക്കുമുല്ലാഹു ഖൈറൻ. അപ്പൊ നമുക്ക് അടുത്ത സൂറത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഈ സൂറത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അടുത്ത സൂറത്തുൻ നസ്ർ. സൂറത്തുൻ നസ്ർ എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത പിന്നെ പൂർണ്ണമായും അവതരിച്ച അവസാനത്തെ അധ്യായമാണ് സൂറത്തുൻ നസ്ർ. അതായത് ഇതിനു ശേഷം ആയത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവതരിച്ചിട്ടുണ്ട്. പക്ഷെ സൂറത്ത് പൂർണ്ണമായും അവസാനിച്ചത് സൂറത്തുൻ നസ്ർ ആണ്. അത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉത്ബ അദ്ദേഹം പറയാണ്, ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു എന്നാണ്. ഈ ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉത്ബ എന്ന് പറഞ്ഞാല് ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയാണ്. ഫഖഹാ ഉസ്സബഅ എന്ന് പറഞ്ഞ മദീനയിലെ 7 ഫഖീഹുമാരിൽ അറിയപ്പെട്ട ഫഖീഹുമാരിൽ ഒരാളാണ്. താബിഈനാണ് ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ല. അപ്പോ അദ്ദേഹം എന്ത് പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, തഅലമു ആഖിറ സൂറത്തിൻ നസലത് മിനൽ ഖുർആനി നസലത് ജമീഅൻ, പൂർണ്ണമായും അവതരിച്ച വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്ത് ഏതാണ് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം, ഞാൻ പറഞ്ഞു എനിക്കറിയാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞത് ശരിയാണ്, സത്യമാണ് എന്നതിനെ അംഗീകരിച്ചു. അപ്പൊ സ്വാഭാവികമായും ഈ സൂറത്ത് മക്കിയത്താവോ മദനിയത്താവോ? മദനിയത്താവും. അല്ലെ, ഹിജ്റക്ക് ശേഷം അവതരിച്ചതാകും. ഹിജ്റക്ക് മുമ്പാവുമ്പോ അവസാനത്തെ സൂറത്താവില്ലല്ലോ. എന്നാൽ സൂറത്തു മസദോ, സൂറത്തുൽ മസദോ മക്കിയത്താണ്. നമ്മൾ പറഞ്ഞു ആദ്യം അവതരിച്ച സൂറത്തുകളിൽ പെട്ടതാണ്. അല്ലെ, അബൂലഹബിന്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുന്നത് റസൂലുള്ളാഹിന്റെ പ്രബോധനത്തിന്റെ തുടക്ക സമയത്താണ്. ആ സമയത്ത് അവതരിച്ച സൂറത്താണ് സൂറത്തുൽ മസദ്. ഇതോ അവസാനത്തിൽ അവതരിച്ച സൂറത്താണ് സൂറത്തുൻ നസ്ർ. അല്ലെ, അപ്പോ ഈ 2 സൂറത്തിന്റെ ഇടയിൽ റസൂലുള്ളാഹിന്റെ പ്രബോധന ജീവിതം മുഴുവനുണ്ട്. മനസ്സിലായോ? സ്വന്തം എളാപ്പ പോലും തബ്ബൻ ലക എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രവാചകത്വ സന്ദേശം, ദഅവത്ത്, ഇസ്ലാമിക സന്ദേശത്തിന്റെ ആരംഭം അവസാനത്തിൽ എങ്ങനെ അവസാനിക്കണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ. അപ്പൊ അള്ളാഹുവിന്റെ വിജയവും സഹായം വന്നെത്തുന്ന അവസ്ഥയിലാണ്, അത് വന്നെത്തിയ അവസ്ഥയിലാണ് എന്ത് ചെയ്യണത്? ഇസ്ലാമിക ദഅവത്ത്, റസൂലുള്ളാഹിന്റെ പ്രവാചകത്വ സന്ദേശം, പ്രവാചകത്വ ജീവിതം അവസാനിക്കുന്നത് എന്നുള്ളത് ഈ 2 സൂറത്തിന്റെ ഇടയിൽ നമുക്ക് കിട്ടും. ഇതിന് വേറൊരു സന്ദേശം നമുക്കുണ്ട്. എന്താണത്? പ്രബോധനത്തിന്റെ ഒക്കെ തുടക്കകാലം എങ്ങനെ ആയിരിക്കും? ഏറും തുപ്പും ആട്ടും എല്ലാം കൊള്ളേണ്ടി വരും. പക്ഷേ പ്രബോധനത്തിൽ വളരെ സധൈര്യം, ക്ഷമിച്ചും സഹിച്ചും ത്യാഗം ചെയ്തും അതുപോലെ ഹിക്മത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവസാനം എന്തുണ്ടാകും? വിജയം വരും, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള സന്ദേശം ഈ 2 സൂറത്തുകൾ തമ്മിൽ സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ സൂറത്തുകൾ ഒരുമിച്ച് വന്നതിലുള്ള ഒരു ഹിക്മത്താണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ അപ്പോ ഇത് മദനിയായ സൂറത്ത് എന്ന വിഷയത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഇല്ല. അപ്പൊ ഈ സൂറത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ സൂറത്തിന്റെ ലക്ഷ്യം അൽ-ഇഅ്ലാമു ബിതമാമിദ്ദീൻ, ദീൻ പൂർണ്ണമാണ് എന്നതിനെ അറിയിക്കുക. ദീന് പൂർണ്ണമായി എന്നതിനെ അറിയിക്കലാണ് ഈ സൂറത്തിന്റെ ലക്ഷ്യം.
അതുപോലെ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായവും വിജയവും നൽകുമെന്നുള്ള വാഗ്ദാനം ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യർ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നുള്ള സന്ദേശം ഈ സൂറത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ റസൂലിനോട് പിന്നെ തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും സ്ഥിരമാക്കുവാനുള്ള കൽപ്പനയും ഈ സൂറത്തിലുണ്ട്. ഇതൊക്കെയാണ് ഈ സൂറത്തിൽ പ്രധാനമായും ഉള്ള വിഷയങ്ങൾ. ഏറ്റവും ചുരുക്കി വളരെ ചെറിയ സൂറത്താണ്. അപ്പൊ ആദ്യം നമുക്കൊന്ന് ഞാനൊന്ന് ഓതാം, ശ്രദ്ധിച്ച് കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അപ്പോൾ ഇതില് ഇദാ ജാഅ അല്ലെ, അവിടെ എന്താ പ്രത്യേകത? ജാഅക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതെ, 4 or 5 ഹറക്കത്ത് നീട്ടൽ നിർബന്ധമാണ് അല്ലെ. ജാ എന്നുള്ള മദ്ദിന് ശേഷം ഹംസ, മദ്ദിന് ശേഷം ഹംസ വന്നാൽ 4 or 5 ഹറക്കത്ത് നീട്ടേണ്ട സന്ദർഭമാണ്. നസ്റുല്ലാഹി വൽ ഫത്ഹ്. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ നസ്ർ എന്ന് പറയുമ്പോൾ സ്വാദ് ഉച്ചരിക്കേണ്ട ശ്രദ്ധിക്കണം അല്ലെ. നസ്ർ സീൻ ഏതായാലും നമ്മൾ ഉച്ചരിക്കൂല. പറ്റുന്ന അബദ്ധം എന്തായിരിക്കും? നസ് എന്ന് പറയും. അങ്ങനെ പറയരുത്. നസ് എന്ന് ചുണ്ട് കൂർപ്പിക്കരുത്. നസ് നസ്, നാവിന്റെ പിൻഭാഗം ഉയർത്തുക. കുറച്ച് പ്രയാസമാണ്. അങ്ങനെ ഒരുപാട് ശ്രമിച്ചാൽ എന്ത് ചെയ്യും? സാധിക്കും. ഇദാ ജാഅ നസ്റുല്ലാഹ്. അതുപോലെ തന്നെ ഈ അള്ളാഹ് എന്നുള്ള നാമം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴും ഞാനടക്കം നമ്മളൊക്കെ ഈ മലയാളം പറഞ്ഞ് ശീലമായിട്ടുള്ള പ്രശ്നമാണ്. നമ്മൾ അള്ളാഹ് എന്ന് പറയും. അള്ളാഹ് എന്ന് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. അള്ളാഹ്, ആ നീട്ടലും വേണം, അതിനുശേഷം ഹായും വേണം. അപ്പോഴേ അള്ളാഹുവിന്റെ പേരാവുള്ളൂ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ശരിയല്ല. ശരിക്കും അള്ളാഹ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്തേ വരുന്നുള്ളൂ? ഒരു അലിഫ് 2 ലാമു ആവണുള്ളൂ. ഒരു മദ്ദും ഇല്ല, ഒരു ഹാവും ഇല്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ലഫ്ദുൽ ജലാലിന്റെ ഉച്ചാരണം തെറ്റാണ്. നമ്മള് മലയാളത്തിൽ പറഞ്ഞു അങ്ങനെ ആയതാണ് സംഭവം. അള്ളാഹ് എന്ന് തന്നെ പറയാം. അള്ളാഹ് അള്ളാഹ് അള്ളാഹ്. കുറച്ചൊന്ന് നീട്ട, അവസാനം ഒരു ഉണ്ടാവുക, അത്രേ ഉള്ളൂ. അള്ളാഹ്. ഇദാ ജാഅ, പൂർണ്ണമായപ്പോ പറഞ്ഞാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അതുപോലെ തന്നെ ഫത്ഹ് എന്ന് ഉച്ചരിക്കുമ്പോ താഇന് സുക്കൂൻ വരുമ്പോ ഫത്ത് എന്ന് പറയരുത്. ത് അല്ല, ഫത്ഹ് 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 പറഞ്ഞാണി. ഫത്ഹ് എന്ന് പറയരുത്. ഹ് ഇല്ല. ഫത്ഹ് ഫത്ഹ് ഫത്ഹ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഫത്ഹ് ഫത്ഹ് എന്ന് പറയരുത്. തായിന് ഫത്ഹാണോ? തായിനെന്താ? നോക്കി തായിനെന്താ? തായിന്റെ ഹറക്കത്ത് എന്താ നോക്കി? സുക്കൂനല്ലേ? തായിന് സുക്കൂനല്ലേ? ഹായിനോ ശേഷമുള്ള ഹായിനെന്താ? സുക്കൂന, ദമ്മാണ്. പക്ഷെ നിർത്തുമ്പോ എന്ത് ചെയ്യണം? സുക്കൂനാക്കണം അല്ലെ. അപ്പോ ഫത്ഹ്, തായിന് ഫത്ഹ് ഇടരുത്. ഫത്ഹ് ഫത്ഹ് എന്ന് പറയരുത്. ഫത്ഹ് അല്ല, ഫത്ഹ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഫത്ഹ് 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 എന്ന് പറയരുത്. മനസ്സിലായില്ലേ? അതുപോലെ വറഅയ്ത الناس, റാ ഉച്ചരിക്കുമ്പോ റാ എന്ന് പറയരുത്. റാ എന്താണ്? റാ. റഅയ്ത റഅയ്ത റഅയ്ത. അതുപോലെ റായിനെ നമ്മൾ കനപ്പിക്കണം. പക്ഷെ തായിനെ കനപ്പിക്കാൻ പറ്റുമോ? റഅയ്തോ, തോ പറ്റുമോ? തോ അല്ല, ത. റഅയ്ത റഅയ്ത റഅയ്ത. തായിനെ എന്ത് ചെയ്യരുത്? കനപ്പിക്കരുത്. റഅയ്ത الناس
യദ്ഖുലൂന. ഇവിടെ നമ്മൾ ദാലിന് എന്ത് ചെയ്യണം? ദാലിനെ സുക്കൂൻ ചെയ്യുമ്പോ ഖൽഖല വേണം. യദ്ഖുലൂന. യദ്ഖുലൂന എന്ന് പറഞ്ഞാൽ പോരാ. യദ്ഖുലൂന എന്താണ്? യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അതുപോലെ ഇവിടെ അഫ് എന്ന് പറയരുത്, അഫ്വാജ. അഫ്വാജ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വഖഫ് ചെയ്യാം നല്ലത്. വസ്തഗ്ഫിർഹു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. റായിനും സുക്കൂനാണ്, ശേഷമുള്ള ഹായിന് വഖഫ് ചെയ്യുമ്പോ സുക്കൂനാവും അല്ലേ? വസ്തഗ്ഫിർ 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 എന്ന് എന്ത് ചെയ്യണം? കേൾക്കണം. വസ്തഗ്ഫിർ എന്ന് പറഞ്ഞാൽ പോരാ. വസ്തഗ്ഫിർ എന്ന് ഹാഇന്റെ സുക്കൂനിട്ട് കേൾക്കണം. ഇന്നഹു കാന തവ്വാബ. അപ്പൊ ഇതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഓതുക കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح فتح الله فتح 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 تاء السكون. إذا جاء نصر الله والفتح إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا ورأيت الناس يدخلون في دين الله أفواجا أفواجا لا أفواجا. ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر واستغفر فسبح بحمد ربك واستغفر إنه كان توابا. നമുക്ക് ഒരു തവണ കൂടി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. എന്താണ് ഇദാ എന്ന് പറഞ്ഞാൽ? ഇദാ ആയാൽ. ഇദാ പറഞ്ഞാൽ ആയാൽ. ഇദാ ജാഅ
ജാ പറഞ്ഞാൽ എന്താ? ജാ വരിക, ജാർണ വന്നു. ഇദാ ജാ എന്താ? ഇദാ ജാ വന്നാൽ, വന്നാൽ എന്ത് വന്നാൽ? നസ്റുല്ലാഹ് അള്ളാഹുവിന്റെ സഹായം വന്നാൽ, അള്ളാഹുവിന്റെ സഹായം വന്നാൽ. വൽ ഫത്ഹു എന്താ? ഫത്ഹ് വിജയം. അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. അപ്പൊ അതിൽ നിന്നൊരു ഒരു സൂചന ഉണ്ട്. എന്താണ്? അള്ളാഹുവിന്റെ സഹായം വിജയം വരാൻ പോവാണ്, അപ്പൊ വരും. എന്താ? റഅയ്ത, റഅ എന്ന് പറഞ്ഞാൽ എന്താ? റഅ കണ്ടു. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു. റഅയ്ത നീ കണ്ടാൽ. വ ഇദാ റഅയ്ത എന്നാണ്. ആ മുമ്പത്തെ ഇതയിലേക്കാണ് ആ വാവിന്റെ അത്ഫ്. ഈ ഇതുണ്ടല്ലോ, ഈ ആയാൽ, ഈ ഇതമ്മക്ക് ഇത് പോകണ്ട്. ഇവിടെ ഇതിന്റെ അടിയിൽ ഈ ഇത വെക്കണം. മനസ്സിലായോ? വ ഇദാ റഅയ്ത നീ കാണുകയും ചെയ്താൽ, നീ കാണുകയും ചെയ്താൽ. ആരെ കണ്ടാൽ? അന്നാസ് ജനങ്ങളെ കണ്ടാൽ. ജനങ്ങളെ എങ്ങനെ കാണണം? യദ്ഖുലൂന, ദഖല പറഞ്ഞാൽ പ്രവേശിച്ചു. യദ്ഖുലു പ്രവേശിക്കുന്നു. യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നു. അപ്പൊ ജനങ്ങൾ പ്രവേശിക്കുന്നത് നീ കണ്ടാൽ. ഫീ ദീനില്ലാഹ്, ഫീ പറഞ്ഞാൽ ഇൽ, ഫീ ദീനില്ലാഹ് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുന്നത് ജനങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുന്നത് നീ കണ്ടാൽ. എങ്ങനെ പ്രവേശിക്കുക? അഫ്വാജൻ എന്താ? ഫൗജ്. ഫൗജ് എന്ന് പറഞ്ഞാൽ സംഘം എന്നർത്ഥം. ഫൗജിന്റെ ബഹുവചനമാണ് അഫ്വാജ്, സംഘങ്ങൾ. സംഘങ്ങളായി, സംഘങ്ങളായി, ഒരുപാട് സംഘങ്ങളെ, ജമാഅത്തിൻ കസീറ, ഒരുപാട് സംഘങ്ങളായി. ഫൗജൻ ബഅദ ഫൗജിൻ, ഒരു സംഘത്തിന് ശേഷം അടുത്ത സംഘം. അങ്ങനെ സംഘങ്ങളായി ഒരുപാട് സംഘങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ. അപ്പൊ അതും കാണാൻ പോവാണെന്ന് ഉള്ള പ്രവചനം ആ സൂറത്തിൽ വന്നു. ഇപ്പൊ രണ്ട് പ്രവചനമായി. ഒന്ന് അള്ളാഹുവിന്റെ സഹായവും ഫത്ഹും വരാൻ പോവാണ്. മറ്റൊന്ന് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പൊ അതൊക്കെ നീ കണ്ട എന്താ ചെയ്യേണ്ടത്? ഫസബ്ബിഹ്, ഫസബ്ബിഹ് നീ ശുക്ർ ചെയ്യണം എന്നാണോ പറഞ്ഞത്? ശുക്ർ ചെയ്യണം എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഫസബ്ബിഹ്, ശുക്രാണ് ചെയ്യേണ്ടത്. ശുക്ർ എങ്ങനെ ചെയ്യേണ്ടത്? ഫസബ്ബിഹ് നീ തസ്ബീഹ് ചെയ്യണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തണം. ബിഹംദി റബ്ബിക്, നിന്റെ രക്ഷിതാവിനെ ഹംദ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? തസ്ബീഹ് ചെയ്യണം. അപ്പൊ ഹംദും വേണം, തസ്ബീഹും വേണം. സ്തുതിക്കുകയും വേണം, പരിശുദ്ധിപ്പെടുത്തുകയും വേണം. പിന്നെയോ വസ്തഗ്ഫിർഹു, നീ ഇസ്തിഗ്ഫാർ തേടണം. റസൂൽ തെറ്റ് ചെയ്തോ? വിജയം വന്ന എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിന്റെ കഠിനാധ്വാനം കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ, പ്രവാചകത്വത്തിന്റെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പണിന്റെ ഫലമാണ്. അള്ളാഹുവിന്റെ റസൂൽ എടുത്ത അധ്വാനത്തിന്റെ ഫലമാണെന്ത്? വിജയവും ജനങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരുന്നതൊക്കെ. അപ്പൊ അള്ളാഹു പറയണത് നീ ഇസ്തിഗ്ഫാർ തേടണം, നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ വിശദീകരിക്കും. ഇന്നഹു കാന തവ്വാബാ. എന്തിനാ നീ ഇസ്തിഗ്ഫാർ തേടണം എന്ന് പറയാൻ കാരണം എന്താ? ഇന്നഹു കാന തവ്വാബാ, അള്ളാഹു തവ്വാബാണ്. അള്ളാഹു തവ്വാബ് തന്നെയാകുന്നു. തവ്വാബ് എന്ന് പറഞ്ഞാൽ എന്താ? തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുകയും തൗബ സ്വീകരിക്കുകയും ചെയ്യുന്നവൻ, അതാണ് തവ്വാബ്. തവ്വാബ് പറഞ്ഞ രണ്ട് അർത്ഥം ഉണ്ടായിന്. ഒന്ന് തൗബ ചെയ്യാൻ തൗഫീഖ് കൊടുക്കുക. ഒരു അടിമക്ക് തൗബ ചെയ്യാൻ തൗഫീഖ് കൊടുക്കുന്നവൻ ആരാ? അള്ളാഹുവാണ്. അത് തവ്വാബിന്റെ അർത്ഥത്തിൽ വരുന്നതാണ്, അള്ളാഹുവിന്റെ ഇസ്മിന്റെ അർത്ഥത്തിൽ വരുന്നതാണ്. പിന്നെ തവ്വാബ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥമാണ് എന്ത്? തൗബ, ധാരാളമായി തൗബ സ്വീകരിക്കുന്നവൻ. അള്ളാഹു ധാരാളമായി തൗബ സ്വീകരിക്കുന്നവൻ. തൗബ സ്വീകരിക്കുന്നതിൽ അള്ളാഹുവിന് ഒന്നും തടയൂല. അള്ളാഹു എത്രയും തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. ചെയ്യുന്നത് ശരിയായ തൗബയാണോ റബ്ബ് സ്വീകരിക്കാൻ എത്രയും തയ്യാറാണ്. അള്ളാഹു തൗബ സ്വീകരിച്ച അള്ളാഹുവിന് മടുക്കുവോ? ഒരിക്കലുമില്ല. എത്രത്തോളം നമ്മൾ തൗബ ചെയ്യുന്നു അത്രത്തോളം റബ്ബിന് സ്വീകരിക്കാൻ ഇഷ്ടമാണ്. അള്ളാഹുവിന് സന്തോഷവും ആഹ്ലാദവുമാണ്. അതാണ് അള്ളാഹുവിന്റെ പ്രത്യേകത.
അല്ലെ? നമ്മള് ഒരാളോട് ഒരു വേണ്ടാത്തരം ചെയ്തു, അറിയാതെ പറ്റിപ്പോയി, ക്ഷമിക്കണേ പറഞ്ഞാൽ ക്ഷമിക്കും. രണ്ടാമത്തെ വട്ടം പിന്നെയും പറഞ്ഞാലോ ചിലപ്പോ ക്ഷമിച്ചു വരും. മൂന്നാമത്തെ തന്നെ പണിയാണെങ്കിലോ ഒരു മൂന്നെട്ടം നാലെട്ടം കഴിഞ്ഞാല് പോണേക്ക് പോടുന്ന ക്ഷമിക്കണ പരിപാടി ഇല്ല, എന്താ കാട്ടിക്കോറില്ലേ? ഒരു നിലക്കുവാനോ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എത്രത്തോളം തൗബ ചെയ്യണം അത്രത്തോളം റബ്ബിന് ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്, പടച്ചോന്റെ കാരുണ്യം ആലോചിച്ചു. ഔട്ട് ഓഫ് ഇഗ്നോറൻസ്, അത് ജഹാലത്ത്, ബിജഹാലത്ത് എന്നുള്ള ആയത്താണ് പറയണത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹാലത്ത് കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് പുറത്തു കൊടുക്കും, പിന്നെ തൗബ സ്വീകരിക്കുന്ന ആയത്തുണ്ട്. അവിടെ ജഹാലത്തിന്റെ ഉദ്ദേശം എന്താണ്? സ്വഹാബത്ത്, ഇബ്നു അബ്ബാസ് പോലെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിന്മ തന്നെ എന്താണ്? ജഹാലത്താണ്. അത് മഅസിയത്താണ് ജഹാലത്ത് പറഞ്ഞാൽ. അങ്ങനെ ആ ആയത്തിന് അങ്ങനെ അർത്ഥമല്ല. ആ അർത്ഥത്തെ ഖവാരിജികൾ വെച്ച അർത്ഥമാണ്. അത് ഖവാരിജികൾ അർത്ഥമാണെന്ത്? അള്ളാഹു വൻപാപങ്ങൾ സ്വീകരിക്കൂല, വൻപാപങ്ങൾ അള്ളാഹു പുറത്തു തരൂല. അള്ളാഹു വൻപാപങ്ങൾക്ക് എന്ത് ചെയ്യൂല? പുറത്തു തരൂല. കാരണം ജഹാലത്തിന് എന്നാണ് ആയത്തിന്റെ ബാക്കി ഓർമ്മല്ല. പാപം തിന്മ ജഹാലത്തോണ്ട് ചെയ്താലാണ് പടച്ചോൻ പുറത്തു എന്ന് പറഞ്ഞത്. പക്ഷെ ആയത്തിന് സ്വഹാബത്ത്, ഇബ്നു അബ്ബാസ് പോലെ മുഫസ്സിരീങ്ങൾ സ്വഹാബിമാർ വിശദീകരിച്ച എങ്ങനെയാണ്? തെറ്റ് ചെയ്തവരൊക്കെ ജാഹിലീങ്ങളാണ്. കുല്ലു മൻ അസല്ലാഹു ഫഹുവ ജാഹിൽ. ആരൊക്കെ തെറ്റ് ചെയ്തു അവരൊക്കെ എന്താണ്? ജാഹിലീങ്ങളാണ്. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തവരെ, തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു ജാഹിലീങ്ങൾ എന്ന് അല്ലാഹു പ്രയോഗിച്ച ആയത്തുകളുണ്ട്. അതായത് അറിവുണ്ടായിട്ട് അറിവനുസരിച്ച് പ്രവർത്തിച്ചില്ല, അല്ലാഹു ഇത് ഇൽമായിട്ട് പരിഗണിക്കൂല. അല്ലാഹു എന്തായിട്ടാ പരിഗണിക്കുക? ജഹാലത്തായിട്ടാ പരിഗണിക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഇൽമായി പരിഗണിക്കണമെങ്കിൽ അതുകൊണ്ട് അമല് ചെയ്യണം, അപ്പോഴത് ഇൽമാവുള്ളൂ. അപ്പൊ ഇനി തെറ്റ് ചെയ്യുന്നവരൊക്കെ ആരാണ്? ജാഹിലീങ്ങളാണ്. കാരണം അവർക്കുള്ള അറിവനുസരിച്ച് അവര് പ്രവർത്തിക്കാത്തവരാണ്. അതാണ് ആയത്തിന്റെ ഉദ്ദേശം. അല്ലാതെ ഒരുപാട് ഹദീസ് ഉണ്ട്. ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ലം ഉബാലി. ഭൂമി മുഴുവനും തെറ്റുകളുമായി നീ എന്റെ അടുത്തേക്ക് വന്നാലും ഞാനത് പരിഗണിക്കൂല. നീ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ഞാൻ നിനക്ക് പുറത്തു തരും. ആകാശം മുട്ട പാപങ്ങളായിട്ട് വന്നാലും ഞാൻ പുറത്തു തരും. സുബ്ഹാനല്ലാഹ്, പടച്ചോന്റെ കാരുണ്യത്തിന്റെ വലിപ്പം നോക്കി. പക്ഷെ തൗബ സത്യസന്ധമായിരിക്കണം. വളരെയധികം റബ്ബിനോട് നമ്മൾ ഭയം ഉണ്ടാവണം. പടച്ചോനെ, ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ പടച്ചോൻ പുറത്തു വരില്ലോ എന്ന് ആലോചിക്കേണ്ടി, തൗബ ചെയ്യാൻ അവസരം കിട്ടുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടി. ഇതിനു മുമ്പ് മരിച്ചാലോ? മനസ്സിലായോ? അല്ല, പടച്ചോൻ പുറത്തു വരില്ലോ എന്ന് ആലോചിച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത്? പടച്ചോൻ പുറത്തു തരും എന്നുള്ളത് സത്യമാണ്. എത്ര അല്ല 100 ആളെ കൊന്നവൻ അല്ലാഹു പുറത്തു കൊടുത്തു. ഏറ്റവും വലിയ തെമ്മാടികളായ ഇസ്ലാമിനെതിരെ വളരെയധികം പണിയെടുത്ത മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ലേ? ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിച്ചവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അവർ ജാഹിലിയത്തിൽ ചെയ്ത തിന്മകൾ നോക്കിയാലോ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ അവരൊക്കെ ജാഹിലിയങ്ങളായിരുന്നോ? അതിന്റെ മുമ്പ് അറിയാനിട്ടായിരുന്നോ? അല്ല, അറിഞ്ഞിട്ടും കുഫറിൽ നിന്നവരായിരുന്നു പലരും. പക്ഷെ എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു, പടച്ചോൻ പുറത്തു കൊടുത്തു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുത്തു മാത്രമല്ല, പിന്നെ ഒരു സഹാബിമാരാണ് ആയത്. പിന്നെ ഏറ്റവും അധികം ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ച പല ആളുകളും ഇസ്ലാമിന് സേവനം ചെയ്ത ആളുകളായി മാറി. അതാണ് പ്രത്യേകത. ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തിരുന്ന ആളുകൾ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാക്കിയ ആളുകളായി മാറി. ഏറ്റവും കൂടുതൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വികാസത്തിന് വേണ്ടി പണിയെടുത്തവരായി മാറി. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. പടച്ചോൻ പുറത്തു വരില്ലെങ്കിലോ, പുറത്തു കൊടുക്കൂലെങ്കിലോ ഇതൊക്കെ സംഭവിക്കോ? ഒന്നും സംഭവിക്കൂല. ഇക്രിമ അതിൽപ്പെട്ട ആളാണ്. അബൂ സുഫിയാൻ മുശ്രിക്കീങ്ങളുടെ നേതാവായിരുന്നു. വഹ്ഷി അതൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല് അള്ളാഹു എന്ത് ചെയ്യും? അപ്പൊ ഈ തവ്വാബ് എന്ന വാക്കിന്റെ അർത്ഥത്താണ് അള്ളാഹു അസലൻ അബദൻ തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ എന്തുവരെ? അള്ളാഹു രണ്ട് കണ്ടീഷൻ വെച്ചു. ഒന്ന് എന്താ? തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്താൻ പാടില്ല, അതിന് മുമ്പ് തൗബ ചെയ്യണം. ഫിറഔൻ ചെയ്ത തൗബ പടച്ചോൻ സ്വീകരിച്ചോ? ഇല്ല, കാരണം മരണം മുമ്പ് കണ്ടപ്പോഴാണ് തൗബ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ?
രണ്ടാമത്തെ കണ്ടീഷൻ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് അസ്തമിക്കുന്നതിന് മുമ്പായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ തൗബ ശരിയാണെങ്കിൽ റബ്ബ് എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. അത് ആളുകളുടെ അവകാശമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ തൗബനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയണതാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തുനിന്ന് മാത്രം പോരാ, അള്ളാഹു പുറത്തു വരും. പക്ഷെ അത് ആര് പുറത്തു തരണം? ആരുടെ അവകാശമാണോ അവരും കൂടി പുറത്തു തരണം. എന്നാലും പടച്ചവന്റെ അടുത്ത് പരലോകത്തുനിന്ന് കഴിച്ചിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ സൂറത്തിന് എന്താണ് ഇപ്പൊ നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനോട് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ താങ്കളുടെ ശത്രുക്കൾക്കെതിരെ താങ്കളെ സഹായിച്ചാൽ മക്കയുടെ വിജയം അല്ലെങ്കിൽ വിജയം താങ്കൾക്ക് സ്ഥിരപ്പെട്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ, അറബികൾ ഇസ്ലാമിലേക്ക് ധാരാളം സംഘങ്ങളായി പ്രവേശിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിന്റെ രക്ഷിതാവിനെ നീ പരിശുദ്ധിപ്പെടുത്തണം, തസ്ബീഹ് ചെയ്യേണ്ട. തസ്ബീഹിന്റെ അർത്ഥം എന്താ? സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധനാണ്. എന്നാലും പരിശുദ്ധനാണെന്ന് പറയാം, പക്ഷെ എന്താണ് ഇതിന്റെ ആശയം? വെറൊരു പരിശുദ്ധിയല്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാ തരത്തിലുമുള്ള പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അതാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന എല്ലാ ന്യൂനതകൾ, അള്ളാഹുവിനെ കുറിച്ച് നന്ദി ഇല്ലാത്ത അടിമകൾ പറഞ്ഞുണ്ടാക്കുന്ന പല കാര്യങ്ങൾ, അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹുവിന് തുല്യന്മാരുണ്ട്, പിന്നെ അള്ളാഹു പിശുക്കനാണ്, ജൂതന്മാർ പറഞ്ഞ അങ്ങനെ ഒരുപാട് കാര്യങ്ങളും അടിമകൾ അള്ളാഹുവിനെ കുറിച്ച് എന്തുണ്ട്? അക്രമം എന്ന നിലക്ക് പറയുന്നുണ്ട്. ഈ പറയപ്പെടുന്ന എല്ലാ തരത്തിലുമുള്ള ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും ഐബുകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാകുന്നു. അതാണെന്ത്? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഉണ്ടാക്കുകയാണ്, ആണ് അള്ളാഹുവിന് തുല്യനെ വെക്കുകയാണ്, അള്ളാഹുവിനെ താഴ്ത്തുകയാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്, അതും അള്ളാഹുവിന്റെ താഴ്ത്തലാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന എന്തൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നു, എന്തൊക്കെ കളവുകളുണ്ടോ, അങ്ങനെയുള്ള ഒരു പോരായ്മയും ഇല്ലാത്തവനാണ് എന്റെ റബ്ബ് എന്ന് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു. അതാണെന്ത്? സുബ്ഹാനല്ലാഹ്. അതാണ് സുബ്ഹാനല്ലാഹ്. ഒരു ന്യൂനതയും ഒരു കുറവും ഇല്ലാത്തവനാകുന്നു അള്ളാഹു എന്ന് പറയലാണ് സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം. അപ്പൊ എന്താ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ? സ്തുതി. നമ്മള് ഫാത്തിഹ എടുത്തപ്പോ പറഞ്ഞാണ് എന്താ സ്തുതി, നമ്മള് വിശദീകരിച്ച് പറഞ്ഞാണ് എന്താ ഹംദിന്റെ അർത്ഥം. എന്താ ഹംദിന്റെ അർത്ഥം? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം അറിയാം? സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന എല്ലാ പോരായ്മകളിൽ നിന്നും അള്ളാഹു മുക്തനാന്ന് പറഞ്ഞു. അള്ളാഹുവിനെ പോരായ്മകളിൽ നിന്ന് മുക്തനാക്കിയാൽ മാത്രം അള്ളാഹു പെർഫെക്റ്റ് ആവോ? ഇല്ല. അള്ളാഹു ഉന്നതമായ ഗുണങ്ങളുള്ളവനാണ്. മനസ്സിലായോ? എല്ലാ അർത്ഥത്തിലുമുള്ള പരിപൂർണതകളും ഭംഗിയും സൗന്ദര്യവും മഹത്വവും വലിപ്പവും ഉള്ളവനാകുന്നു അള്ളാഹു എന്ന് ഞാൻ പറയുന്നു. അതാണ് അൽഹംദുലില്ലാഹ്. അതെങ്ങനെ പറയുന്നു? അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ പറയുന്നു. അതാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ. അങ്ങനെ ഉത്തമം എന്ന് പറയാനില്ല, പറഞ്ഞ തെറ്റൊന്നുമില്ല, രണ്ടും പറയാം, അതൊന്നും പ്രശ്നമില്ല. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പഠിപ്പിക്കപ്പെട്ട പ്രത്യേക സന്ദർഭങ്ങളിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. നിസ്കാര ശേഷം അവിടെ റബ്ബുൽ ആലമീൻ പറയരുത്, അവിടെ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. നമ്മൾ സാധാരണ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് എന്നോ ഇനി വേറെ റബ്ബുൽ ആലമീൻ അല്ലാതെ വേറെ എന്തും നമുക്ക് അള്ളാഹുവിന്റെ സ്ഥിരപ്പെട്ട എന്ത് സിഫാത്തുകളോടെ ചേർത്ത് പറയാമെന്ന് പ്രശ്നമില്ല. അപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ എല്ലാ പരിപൂർണതകളും നമ്മൾ അള്ളാഹുവിന് വെച്ചു കൊടുക്കണം. അള്ളാഹു അത് ഉള്ളവനാകുന്നു അള്ളാഹു എന്ന് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ പറയുന്നു എന്നാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ് പറഞ്ഞാലോ എല്ലാ പോരായ്മയും ന്യൂനതയും ഇല്ലാത്തവനാണ് അള്ളാഹു എന്ന് ഞാൻ പറയുന്നു. അപ്പൊ എല്ലാ പോരായ്മകളെയും ന്യൂനതകളും അള്ളാഹുവിന് ഇല്ല എന്ന് പറയലാണ് സുബ്ഹാനല്ലാഹ്. എല്ലാ ഉന്നതമായ ഗുണവിശേഷണങ്ങളും ഉള്ളവനാണെന്ന് പറയലാണ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് തസ്ബീഹ് പറയുമ്പോൾ കൂടെ ഹംദ് പറഞ്ഞ് കാണാൻ സാധിക്കും.
നമ്മൾ നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നോക്കിക്കഴിഞ്ഞാൽ, ഖുർആനിലെ ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് തസ്ബീഹിന്റെ കൂടെ ഹംദും കൂടി കാണാൻ സാധിക്കും. എന്താ കാരണം? തസ്ബീഹ് മാത്രമാകുമ്പോൾ അതിൽ മദ്ഹില്ല. മദ്ഹില്ല പറഞ്ഞാൽ മദ്ഹ് കുറവാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പുകഴ്ത്തൽ കുറവാണ്. കാരണം ന്യൂനത ഇല്ലാന്നേ പറയണുള്ളൂ. അപ്പോൾ ഒരാളെ കുറിച്ച് നമ്മളോട് അഭിപ്രായം ചോദിക്കുകയാണ്, എന്താണ് പിന്നെ ആ മുഹമ്മദ് ഉണ്ടല്ലോ, എന്താ അവന്റെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ പറയാണ് ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു പുകഴ്ത്തൽ അതിലുണ്ടോ? കുഴപ്പമൊന്നുമില്ല എന്നല്ലേ ഉള്ളൂ. ഒരാൾ അടിപൊളിയാണ് പറഞ്ഞാലോ ആ പ്രശ്നമില്ല എന്നല്ലേ, അപ്പുറത്തേക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ആളായി. അതാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചേർത്ത് പറയണം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് ന്യൂനതകൾ ഇല്ലാന്നേ പറയുന്നുള്ളൂ. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോഴോ എല്ലാ പരിപൂർണതയും ഉള്ളവനാണ് എന്ന് പറയാണ്. അഹ്ലുസുന്നയും അഹ്ലുൽ കലാം, അതായത് വചനശാസ്ത്രത്തിന്റെ ആളുകൾ അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഹ്ലുസുന്ന അല്ലാത്തവർക്ക് വ്യതിയാനം സംഭവിച്ച ഒരു മേഖലയാണത്. അവർ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വ്യതിയാന കക്ഷികൾ അശ്അരികളും മാതുരിദികളും മുഅ്തസിലികളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവർ അവന് മക്കളില്ല, അവന് സന്താനമില്ല, അവന് തുല്യനില്ല, അവന് ഭാഗമില്ല, അവനതില്ല, അവനിതില്ല, മറ്റേയില്ല ഇങ്ങനെ പറയും. ഏതുപോലെ ഓൻ കള്ളുടിക്കില്ല, വിചരിക്കില്ല, ഓനെ പിന്നെ അത് പിന്നെ എന്താ പറയാ കളവ് പറയില്ല എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് നല്ലതാണോ? അപ്പൊ പിന്നെ എന്താ അങ്ങനെ ഒരാൾ നമ്മളെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയണത് കള്ളുടിക്കല്ലേ, വിചരിക്കില്ല, എന്താ അവനെ കുറിച്ച് പറയാനുള്ള ചോദിച്ചപ്പോ കള്ളുടിക്കല്ലേ, വിചരിക്കില്ല പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുക? വേറെ എന്തൊക്കെയാ കുറെ പ്രശ്നങ്ങൾ ഓനുണ്ട്, അതല്ലേ മനസ്സിലാക്കുക. ഒരാൾ നല്ല ആളാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറയാ. ഒരാൾ വളരെ പെർഫെക്റ്റ് നല്ല മനുഷ്യനാണ്, അപ്പൊ ഒരാളെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? അവൻ കള്ളുടിക്കില്ല, വിചരിക്കില്ല എന്നാ പറയാ. അവൻ നല്ല മനുഷ്യൻ, 5 വക്ത് പള്ളിക്ക് നിസ്കരിക്കാൻ വരും അല്ലെ, അവന് എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ട്, എല്ലാ ദേവപ്രവർത്തനത്തിലും ഉണ്ടാവും, അവന് പിന്നെ നല്ല തഖ്വയുള്ള മനുഷ്യനാണ് എന്നല്ല പറയാ. അപ്പൊ നമ്മള് മറ്റേതെന്താ പറയാഞ്ഞത്? കള്ളുടിക്കല് വിചരിക്കലുള്ള വേണ്ടാത്തരൊന്നുമില്ല എന്താ പറയാഞ്ഞത്? ഇത് പറഞ്ഞാൽ സ്വാഭാവികമായും അതൊക്കെ അതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സ്വീകരിച്ച ശൈലി അതാണ്. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ മിക്ക സ്ഥലങ്ങളും നോക്കി അള്ളാഹുവിനെ കുറിച്ച് മഹത്വം പറയാണല്ലോ ചെയ്യാ. വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളൂ? അള്ളാഹു ദുൽമ ചെയ്യുന്നവനല്ല, അള്ളാഹു അക്രമം പ്രവർത്തിക്കുന്നവനല്ല, അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് തുല്യരില്ല. ഇത് കുറഞ്ഞ സ്ഥലത്തെ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അള്ളാഹു പരിപൂർണനാണ്, സലാമാണ്, ഖുദ്ദൂസാണ്, റഹീമാണ്, റഹ്മാനാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഗുണങ്ങൾ പറയാണ് അള്ളാഹു കൂടുതലും ചെയ്തിട്ടുള്ളത്. എന്താ കാരണം? ഗുണങ്ങൾ പറയുന്നതിലാണ് മദ്ഹുള്ളത്, പുകഴ്ത്തലുള്ളത്. ഇല്ല എന്ന് പറഞ്ഞ പുകഴ്ത്തിൽ വരുമോ? അവിടെ പുകഴ്ത്തിൽ വരുന്നില്ല, അവിടെ കുറവില്ല എന്നേ വരുന്നുള്ളൂ. മനസ്സിലായി? ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പൊ പിന്നെ എന്തുകൊണ്ട് അള്ളാഹു ചില സ്ഥലങ്ങളിലെങ്കിലും അള്ളാഹു എന്ത് പറഞ്ഞു? ചിലത് അള്ളാഹു ദുൽമ ചെയ്യുന്നില്ല, അള്ളാഹുവിന് മക്കളില്ല, അങ്ങനെ ചിലത് ഇല്ല എന്ന് പറഞ്ഞല്ലോ. നമ്മൾ അങ്ങനെ പറയില്ല എന്നല്ല പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളത് കൊണ്ട് പറഞ്ഞു. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് ഒരു ഭാഗം ആളുകൾ വാദിച്ചപ്പോ മക്കളില്ല എന്ന് പറഞ്ഞു. വാദിച്ചതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിശുക്കനാണെന്ന് ജൂതന്മാർ പറഞ്ഞപ്പോ അള്ളാഹു പിശുക്കനല്ലാന്ന് അള്ളാഹു പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതിന് മറുപടി എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തത്? അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് മോശപ്പെട്ട ധാരണ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളിടത്താണ് അള്ളാഹു എന്ത് ചെയ്യണത്? അതിനെ നിഷേധിക്കുന്നത്. എന്നാൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ മുഴുവൻ അള്ളാഹു പരിചയപ്പെടുത്തി എങ്ങനെ? അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ? അതാണ് അഹ്ലുസുന്ന സ്വീകരിക്കുന്ന ശൈലി. അതാണ് അള്ളാഹുവിനെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുകഴ്ത്തേണ്ടത്. അഹ്ലുസുന്നന്റെ അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരിയല്ല അഹ്ലുസുന്ന പറയാം. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ഉന്നതമായ നാമഗുണവിശേഷണങ്ങളുള്ളവനാണ്, എല്ലാ സ്തുതിക്കും അർഹനാണ്. അങ്ങനെയാണ് അഹ്ലുസുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക. അഹ്ലുൽ ബിദ്അ പരിചയപ്പെടുത്തൽ എങ്ങനെ? ഭാഗമില്ല, മക്കളില്ല, പിന്നെ ശരീരമില്ല, അവയവമില്ല, മറ്റതില്ല, മറിച്ചതില്ല എന്ന് പറഞ്ഞു കണ്ട. അതല്ല ശരിയായ രീതി. അതിൽ മദ്ഹില്ല, അള്ളാഹുവിനെ കൊടുക്കേണ്ട പരിഗണന, അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം അവർ കൊടുക്കാത്തോണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു മനുഷ്യനെ കുറിച്ച് പോലും നല്ലത് പറയുമ്പോൾ ആളുകൾ അങ്ങനെ പറയില്ല. മനസ്സിലായില്ലേ? അപ്പൊ സാധാരണ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന മഹത്വം പോലും പടച്ച റബ്ബിന് അവരറിയാതെയെങ്കിലും കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഖുർആനും സുന്നത്തും അകന്നുകൊണ്ട് കിട്ടിയ ഒരു അനന്തരഫലമാണ്. ഖുർആനും സുന്നത്തിനും പകരം ഗ്രീക്ക് ഫിലോസഫിന്റെ പിന്നാലെ പോയപ്പോ
ഒരു കിട്ടിയ ഒരു അതിന്റെ അനന്തരഫലമാണ് അത്. സൂഫിസല്ല, അശ്അരികള്, മാതുരിദികള്, എല്ലാ വചനശാസ്ത്രത്തിന്റെ ഇൽമുൽ കലാമിന്റെ ആളുകളും അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്ന അല്ലാത്ത എല്ലാ ടീമിനും വന്ന പ്രശ്നമാണ് ഈ പറഞ്ഞത്. ഇനി അപ്പൊ അതാണ് എന്ത് ഹംദ് പിന്നെ എന്ന് പറഞ്ഞാലും അതുപോലെ തസ്ബീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പിന്നെ ഇസ്തിഗ്ഫിർ, നീ എന്ത് ചെയ്യണം? പാപങ്ങൾ പൊറുക്കാൻ അവനോട് തേടണം. നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ, മായ്ച്ചു തരാൻ അള്ളാഹുവിനോട് നീ തേടണം. ഇസ്തിഗ്ഫാർ എന്താ? ശരിക്ക് ഗഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ മിഗ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചക്കാണ് ശരിക്കും എന്ത് പറയാ? മിഗ്ഫർ, പരിച. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ആ പാപക്കറ നിന്നിൽ നിന്ന് എന്ത് ചെയ്യണം? തടുക്കാൻ, അതിന്റെ കുറ്റങ്ങൾ നിന്നിൽ നിന്ന് തടുക്കാൻ നീ റബ്ബിനോട് തേടണം എന്നാണ് എന്തിന്റെ അർത്ഥം? ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു നസ്റും അല്ലെ, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇവിടെ എന്താണ് നസ്ർ, എന്താണ് ഫത്ഹ് എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? അതായത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാണ്ട് ഒരേ ആശയമാണെങ്കിലും ചെറിയ ചെറിയ ഖിലാഫുകൾ ഉണ്ട്. അതായത് പിന്നെ ശരിക്കും നസ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉദ്ദേശം അൽ ഇആനത്തു അലൽ അദുവി, ശത്രുവിനെതിരെ വിജയം കൊടുക്കണീനാണ്, സഹായം ചെയ്യണീനാണ് എന്ത് പറയാ? നസ്ർ. ശത്രുക്കൾക്കെതിരെ സഹായം ചെയ്യണീനാണ് നസ്ർ എന്ന് പറയാ. അപ്പോ അള്ളാഹു ശത്രുവിനെതിരെ വിജയം കൊടുത്ത പിന്നെ അടുത്ത ശേഷം വരാനുള്ള ഫത്ഹാണ്. എന്താ ഫത്ഹ്? ശത്രുവിന്റെ രാജ്യത്തിൽ മേൽഗോയ്മ ലഭിക്കുക, ശത്രുവിന്റെ രാജ്യത്തിൽ അധികാരം, അതിന്റെ ഉടമസ്ഥാവകാശം, അതാണ് ഫത്ഹ്. അപ്പം അള്ളാഹുവിന്റെ നസ്ർ വന്നാൽ പിന്നെ എന്ത് വരും? ഫത്ഹ് വരും. അള്ളാഹുവിന്റെ സഹായം കിട്ടിയാൽ ഫത്ഹ് ഉണ്ടാകും. രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക്, അള്ളാഹുവിന്റെ മുസ്ലിമീങ്ങളുടെ അധീനത്തിലേക്ക് കടന്നു വരും. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഈ നസ്റും ഫത്ഹും ഉണ്ടായത്? റസൂലുള്ളാഹി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിന് വിജയം കിട്ടണമെങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടണമെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട മാർഗം എന്താ? റസൂലുള്ളാഹി സ്വീകരിച്ച മാർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂലിനോടും ഖുറൈശികൾ ചോദിച്ചൊരു ചോദ്യം, ഒരു ഓഫർ ഉണ്ട്. ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് റെഡി ആണെങ്കിൽ ഞങ്ങൾ എന്നെ നേതാവാക്കാം. അപ്പൊ തന്നെ വേണമെങ്കിൽ എന്ത് കിട്ടുമായിരുന്നു? അതിന് അംഗീകരിച്ചാൽ അവിടെ നേതാവായിരുന്നു. നേതാവാകലല്ല ലക്ഷ്യം, ഭരണമല്ല ലക്ഷ്യം. ലക്ഷ്യം എന്താ? ലക്ഷ്യം ഇസ്ലാമിന്റെ വ്യാപനമാണ്, ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കലാണ്. ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിൽ നല്ല ഹിക്മത്തോടുകൂടി, സബറോടുകൂടി കഠിനാധ്വാനം ചെയ്താൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് അല്ലാഹു കൊടുത്ത വാഗ്ദാനം നമുക്കും ആർക്കും അത് പുലരും. അതിന്റെ സമയമാവുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരത്തിന് വേണ്ടി എന്തേ ചെയ്തോ? അധികാരത്തിന് വേണ്ടി റസൂൽ ഒന്നും ചെയ്തിട്ടില്ല. റസൂലുള്ള ദീനിന്റെ വ്യാപനത്തിന് വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തത്. ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ, ഹക്ക് ബോധ്യപ്പെടുത്താൻ, ദീനിലേക്ക് ക്ഷണിക്കാൻ, തൗഹീദ് വ്യാപിപ്പിക്കാൻ റസൂൽ പണിയെടുത്തു. സ്വാഭാവികമായും എന്തു വന്നു? നസ്ർ വന്നു, ഫത്ഹ് വന്നു. അതാണ് ഇസ്ലാമിന്റെ രീതി, അതാണ് ചെയ്യേണ്ടത്. അല്ല ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞ മാതിരി അധികാരം പിടിക്കാൻ എങ്ങനെയെങ്കിലും, ഇഖ്വാനികൾ പറഞ്ഞ മാതിരി അധികാരം പിടിക്കാൻ എങ്ങനെ പണിയെടുക്കില്ല ചെയ്യേണ്ടത് എന്നുള്ള ഈ സൂറത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശമാണ്. അതുപോലെ തന്നെ പിന്നെ ഈ നസ്റിന്റെ ഉദ്ദേശം എന്താന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ് ഖുറൈശികൾക്കെതിരെ റസൂലുള്ളാഹിക്കുള്ള സഹായം, അതാണ് ഇതിന്റെ ഉദ്ദേശം, നസ്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. ഖുറൈശികൾക്കെതിരെ അല്ലാഹുവിന്റെ റസൂൽ സഹായം കിട്ടുക. വേറെ ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, ഇസ്ലാമിനെതിരായ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ എതിരെ റസൂലുള്ളാഹിക്ക് സഹായം കിട്ടലാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അപ്പോ പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ കണ്ട നസ്ർ എന്താണ്? അത് ഖുറൈശികൾക്കെതിരെ സഹായിച്ചു. അതുപോലെ ഹവാസിൻ എന്ന് പറഞ്ഞ, ഹവാസിൻ ഒരു നാടിന്റെ പേരാണ്. അപ്പൊ അവർക്കെതിരെ റസൂലുള്ളാഹിന്റെ ജീവിതകാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിട്ട് മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്ന പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ ഫത്ഹിന്റെ വിഷയത്തിലും പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ഫത്ഹു മക്കയാണ്, മക്ക വിജയമാണ് ഈ ആയത്തിൽ പറഞ്ഞ
ഫത്ഹിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ പണ്ഡിതന്മാർ പറഞ്ഞു അല്ല ഫത്ഹുൽ മദാഇനി വൽ ഖുസൂർ, ഒരുപാട് നഗരങ്ങളും പട്ടണങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ എന്ത് ചെയ്യലാണ്, ഇസ്ലാമിന്റെ കീഴിലേക്ക് വരലാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും സലഫുകളും ഉണ്ട്. ഇനി അതല്ല വേറൊരു അഭിപ്രായം ഉള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകിയ ഒരുപാട് വിജ്ഞാനങ്ങൾ, അറിവുകൾ ആകുന്നു ഈ വിജയം കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞവരെയും കാണാൻ സാധിക്കും. അപ്പൊ ഏതാണെങ്കിലും പിന്നെ ഈ ഫത്ഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഫത്ഹ എന്തൊക്കെയാണ്? നമ്മൾ ഹവാസിനൊക്കെ യമന്റെ ഭാഗമാണ്. യമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ കണ്ട ഫത്ഹ എന്ന് പറഞ്ഞാൽ മക്ക, അതുപോലെ തായിഫ്, ഹിജാസിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, അതുപോലെ യമനിലെ ഒരുപാട് ഭാഗങ്ങൾ, അതൊക്കെ അതിന്റെയൊക്കെ വിജയം കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി ലോകത്ത് നിന്ന് വഫാത്തായി പോകുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ വിശദീകരണം വളരെ, അതാണ് ഏറ്റവും കൂടുതൽ ശരിയായി ഏറ്റവും ആപ്റ്റായി തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് അൽ മുറാദു ബിൽ ഫത്ഹി ഹാ ഹുന, ഈ ആയത്തുള്ള ഫത്ഹിന്റെ ഉദ്ദേശം ഫത്ഹു മക്ക, മക്കയുടെ ഫത്ഹാണ്. فإن أحياء العرب كانت تتلوم تنتظر بإسلامها فتح مكة. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഫത്ഹു മക്കയാണ് ആയത്തിന്റെ ഉദ്ദേശം എന്ന് പറയാൻ കാരണം എന്താ? മറ്റുള്ള അറബി ഗോത്രങ്ങൾ, മക്കയല്ലാത്ത മറ്റുള്ള നാടുകളിലുള്ള ജസീറത്തുൽ അറബിൽ വ്യത്യസ്ത നാടുകൾ ഉണ്ടായിരുന്ന അറബി ഗോത്രങ്ങൾ, അവര് മക്കയിൽ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ കാത്തു നിൽക്കായിരുന്നു. മക്കത്ത് എന്താ ഉണ്ടാവാൻ പോണത്, എന്താ അവർ പറഞ്ഞിരുന്നത്? അദ്ദേഹം പറയാണ് യഖൂലുന, അവർ പറഞ്ഞിരുന്നു ഇൻ ദഹറ അലാ ഖൗമിഹി ഫഹുവ നബി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ സമൂഹത്തിന്റെ മേൽ അധികാരം കിട്ടുന്നുണ്ടെങ്കിൽ, അവിടെ വിജയം കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രവാചകനാണ്. ഒരു പ്രവാചകത്വത്തിന് സത്യസന്ധത അളന്നത് എങ്ങനെ? മുഹമ്മദ് അവിടെ വിജയിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു അവര് അത് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള അറബികളൊക്കെ എന്ത് ചെയ്യുന്നു, വിജയിക്കുന്നുണ്ടോന്ന് ഇങ്ങനെ കാത്തു നിൽക്കുന്നു. വിജയിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ എന്ന് ഉറപ്പാണ്. കാരണം അവിടെ വിജയിക്കണമെങ്കിൽ അത് പ്രവാചകനാകണം, അല്ലാതെ അവിടെ വിജയിക്കാൻ, ഖുറൈശികളോട് വിജയിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ അദ്ദേഹം പ്രവാചകനായിരിക്കും എന്ന് വിചാരിച്ച് നിൽക്കുന്നു. അങ്ങനെ മക്കന്റെ വിജയം ഉണ്ടായി. അങ്ങനെയാണ് എന്ത് ചെയ്തത്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം വലം യബ്ഖ ഫി സാഇ ഖബാഇൽ അറബി ഇല്ലാ മുദ്ഹിറൽ ഇസ്ലാം, അങ്ങനെ റസൂൽ പിന്നെ 2 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹ് മക്കയ്ക്ക് ശേഷം 2 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ജസീറത്തുൽ അറബ് മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഷാം ഒന്നും പെടൂല, ഷാം ജസീറത്തുൽ അറബ്, അത് അറേബ്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയില്ലേ, അതാണ് ജസീറത്തുൽ അറബ്. ഇപ്പോ സൗദി, ബഹ്റൈന്, കുവൈത്ത്, UAE ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗങ്ങൾ. അപ്പോ ഈ ഭാഗങ്ങളാണ് ജസീറത്തുൽ അറബ്. ഈ ജസീറത്തുൽ അറബ് മുഴുവൻ എന്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് വന്നു. 2 വർഷം കൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. മക്ക വിജയിക്കാനോ, മക്ക വിജയം ഉണ്ടാവുന്നത് ഹിജ്റ 8-ാം വർഷമാണ്. 8 വർഷം കൊണ്ടാണ് മക്ക വിജയം ഉണ്ടാവുന്നത്. പിന്നെ ബാക്കിയുള്ള ചരിത്രം മുഴുവൻ വരുന്നതോ ഒരു 2 വർഷം കൊണ്ടാണ്. അപ്പൊ അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ കണക്കൂട്ടിനെ കാൽക്കുലേറ്റ് ചെയ്യണ പോലല്ല. പടച്ചോൻ പറഞ്ഞത് നമ്മൾ ചെയ്താൽ അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു നിറവേറ്റി തരും. നമ്മളെ കണക്ക് കൂട്ടല് നമ്മളെ ഒന്നും പ്രകാരമല്ലത് ഉണ്ടാവുക. അങ്ങനെ പിന്നെ ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം 2 വർഷവും ചില്ലറയും മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളൂ എന്ന് ചില പിന്നെ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. പിന്നെ ഈ ആയത്ത് അവതരിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റഅയ്തന്നാസ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ദീനിൽ ജനങ്ങളെ നിനക്ക് കൂട്ടം കൂട്ടമായി അവർ പ്രവേശിക്കുന്നത് കാണാം എന്ന് പറഞ്ഞല്ലോ. പിന്നെ അത് നമ്മൾ പറഞ്ഞു ഫത്ഹു മക്കക്കും റസൂലുള്ളാഹിന്റെ മരണത്തിനും ഇടയിലാണ്, വഫാത്തിനും ഇടയിലാണ് അത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ പിന്നെ ആയത്ത് ഇറങ്ങിയ സമയത്ത് നമുക്ക് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ്, സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതാകും അഹ്ലുൽ യമൻ, നിങ്ങളിലേക്ക് യമൻകാർ എത്തിയിരിക്കുന്നു. ഹും അറഖു ഖുലൂബൻ, അതായത് യമനിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ വന്നല്ലോ, യമനുകാർ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഹും അറഖു ഖുലൂബൻ, അവർ ഹൃദയത്തിൽ വളരെയധികം നൈർമല്യമുള്ളവരാണ്, ഏറ്റവും ഹൃദയ നൈർമല്യമുള്ളവരാണ് യമനുകാർ. അൽ ഈമാനു യമാനിൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് യമാനിയാണ്. യമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമൻ പ്രദേശമാണ് ഈമാനിന്റെ കേന്ദ്രം എന്നർത്ഥം. അൽ ഫിഖ്ഹു യമാനിൻ, ഫിഖ്ഹ് യമാനിയാണ്. ഇസ്ലാം ദീനിലുള്ള വിജ്ഞാനം അത് യമാനിയാണ്. അൽ ഹിക്മത്തു യമാനിയത്തുൻ, ഹിക്മത്ത്
ഹിക്മത്ത് പറഞ്ഞാല് നമുക്കറിയാലോ ഹിക്മത്ത് അതെന്താണ്, അതൊക്കെ യമാനിയത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ വിഷയത്തിൽ ഈ ഹദീസിന്റെ ആ ഉദ്ദേശം എന്താണ് എന്ന് വെച്ചാൽ പണ്ഡിതന്മാർക്കിടയിൽ പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതില് പിന്നെ അൽ ഈമാനു യമാനിൻ ഹാഹുന എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, പിന്നെ യമന്റെ ഭാഗത്തേക്ക് പിന്നെ യമാനിൻ ഹാഹുന, ഇവിടെ ഈമാൻ യമാനിയാണെന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ ഉദ്ദേശം എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു കമാലു ഈമാനിഹിം വഖുവ്വത്തു ഈമാനിഹിം വഇസ്റാഉഹും ഇലൽ ഈമാൻ, അതായത് അവർ ഈമാനിലേക്ക് അവരുടെ ഈമാന്റെ ശക്തിയും അതുപോലെ അതിന്റെ പരിപൂർണതയും ഈമാനിലേക്ക് അവർ ധൃതി പിടിച്ചു വന്നതും വേഗത കാണിച്ചതും ഒക്കെയാണ് അത് പറയാനുള്ള കാരണം എന്നാണ്. അതായത് ഫത്ഹു മക്ക ഉണ്ടായി പിന്നെ ആദ്യം ഇസ്ലാമിലേക്ക് വന്നത് ആരാണ്? യമനത്തെ ആളുകളാണ്. അതുപോലെ തന്നെ അവരുടെ ഈമാന്റെ സത്യസന്ധതയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു യമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ഫത്ഹു മക്കയിൽ ഇസ്ലാം സ്വീകരിക്കുന്നത് ആരാ? മക്കാരാണല്ലോ. മക്കാരല്ല ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്, പിന്നല്ലേ ബാക്കിയുള്ള നാട്ടിൽ ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോ അതുപോലെ മക്കയും മദീനയുമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. അപ്പൊ ഇതെന്തോ, അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ യമാൻ എന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് യമാൻ എന്ന് പറഞ്ഞത്? അതായത് ഷാമു ഭാഗം സിറിയന്റെ ഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഭാഗം എന്താണ്? യമന്റെ ഭാഗമാണ്. ആ അർത്ഥത്തിലാണ് എന്ത് പറഞ്ഞത്? അൽ ഈമാനു യമാനും. ഷാമുകാർ ഇസ്ലാം സ്വീകരിക്കുന്നത് പിന്നെയും കുറച്ചും കൂടി കാലങ്ങൾക്ക് ശേഷമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലൊക്കെയാണ് പിന്നെ ഷാമിലേക്ക് ഇസ്ലാം എത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ മുമ്പ് എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാം അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ ആദ്യം ഈ ഭാഗത്താണ് എന്ത് ചെയ്തത്? മക്കയും യമനും മദീനയും ഒക്കെ അടങ്ങുന്ന ഈ ഭാഗത്താണ് ആദ്യം ഇസ്ലാം എത്തുന്നത്. പിന്നീടാണ് ഷാമിന്റെ ഭാഗത്തേക്ക് ഇസ്ലാം എത്തുന്നത്. അപ്പൊ അതാണ് മക്കയും മദീനയും യമനും അടങ്ങുന്ന ഈ പ്രദേശം മൊത്തത്തിലാണ് എന്ത് പറഞ്ഞത്? അൽ ഈമാനു യമാനിൻ എന്ന് പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന് പിൻബലം നൽകുന്ന വേറെ ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച് അൽ ഈമാനു ഫി അഹ്ലിൽ ഹിജാസ്, ഈമാൻ ഹിജാസുകാരിലാകുന്നു എന്ന് പറഞ്ഞ ഹദീസുണ്ട്. അപ്പൊ ഈ ഹദീസും ഈ രണ്ട് ഹദീസും കൂടി ചേർത്ത് വെക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താ? മക്കയും മദീനയും അടങ്ങുന്ന യമൻ എന്നുള്ള വിശാലമായ അർത്ഥത്തിലാണ് എന്ത് പറഞ്ഞത്? അൽ ഈമാൻ യമാനിൻ എന്ന് പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാരെ വിശദീകരിച്ചെന്ന് വെച്ചാല് അൽ ഈമാനു യമാൻ എന്ന് പറഞ്ഞാൽ അൻസാരികളെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത്. കാരണം അൻസാരികൾ അവരുടെ അസ്ല് അവരാദ്യം യമനിലായിരുന്നു. യമനിന്ന് മദീനയിൽ വന്ന് പാർത്തവരാണെന്ത്? കുറെ വാപ്പ വല്ലിപ്പാര് കഴിഞ്ഞാലും മുമ്പിൽ എവിടെയാണ്? ഒരേ യമൻകാരാണ്. യമനിന്ന് പിന്നെ മദീനയിൽ വന്ന് പാർത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് ആദ്യം വന്നതാരാ? മദീനത്തെ ആളുകളാണ്. റസൂലുള്ളാഹിനെ സ്വീകരിക്കുകയും എല്ലാ നിലക്കും ഇസ്ലാമിനെ സഹായം ചെയ്തത് മദീനത്തെ ആളുകളാണ്. അപ്പൊ ആ യമൻ അസ്ലായ മദീനയിൽ വന്ന് വാർത്ത അൻസാരികൾ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്താണെങ്കിലും ഈ അർത്ഥങ്ങൾക്കൊന്നും എന്തില്ല, എതിർപ്പില്ല, തെറ്റില്ല. ഇതിനൊക്കെ ഓരോ വജികളുണ്ട്, ഇതിനൊക്കെ ഓരോ മേഖലകൾ, ശരിയുടെ ഓരോ വശങ്ങൾ അതിലൊക്കെ ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ആയത്ത്, സമയം കുറച്ചായില്ലേ, എന്തേ നിർത്തില്ലേ? ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥം, അവന്റെ കിതാബ് ഏറ്റവും നല്ല രൂപത്തിൽ പാരായണം ചെയ്യാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകൾ ഇരു ലോകത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും അവരിൽ നിന്നും നീക്കിക്കൊടുത്ത് ശാശ്വതമായ പരിഹാരങ്ങൾ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഷാഫിയായ റബ്ബ് പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട്, ഫദ്ല് കൊണ്ട് നമ്മെ എല്ലാം സച്ചരിതരായ സലഫുകളുടെ കൂടെ, സ്വാലിഹ്യങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് കഠിന കഠോരമായ അവന്റെ നരകശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന്, പരലോകത്തെ ശിക്ഷകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين
وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.